നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ എബ്രായ ലേഖനം നമ്മൾ വായിച്ച 12-ാം അധ്യായം 24-ാം വാക്യം, നമുക്കിതൊരു ഉപവാസ പ്രാർത്ഥനയാണല്ലോ. അതുകൊണ്ട് വളരെ ശാന്തമായി വചനമൊന്ന് ധ്യാനിച്ച് ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കി ദൂതൊക്കെ കേട്ട് മുന്നോട്ട് പോകാം അല്ലേ. നമുക്കറിയാം, എബ്രായ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതിയ അനുഗ്രഹിക്കപ്പെട്ടതായ ലേഖനമാണ്. 14 ലേഖനങ്ങളിൽ പൗലോസ് എഴുതിയതല്ല എന്ന് ചിലർ പറയുന്നുണ്ട്, പൗലോസ് എഴുതിയതാണ് എന്ന് മറ്റു ചിലർ പറയുന്നുണ്ട്. ഒരാശയക്കുഴപ്പം എബ്രായ ലേഖന കർത്താവിനെ കുറിച്ചുണ്ടെങ്കിലും അതിൻ്റെ ഭാഷ, അതിൻ്റെ ഉപസംഹാരം, അതിൻ്റെ ആമുഖം, അതിനകത്ത് കൂടെ പറഞ്ഞിരിക്കുന്ന പ്രയോഗങ്ങൾ, ഇതെല്ലാം ആവർത്തിച്ച് പഠിച്ചാൽ, ഒന്നുകൂടി കുറച്ചുകൂടി ആഴമായി ചിന്തിച്ചാൽ, പഴയ നിയമ ഉദ്ധരണികളും പഴയ നിയമ ആലോചനകളും ഒക്കെ ആഴമായി പങ്കുവെക്കാൻ പഴയ നിയമമായി ഇത്രയും അടുപ്പമുള്ള അല്ലെങ്കിൽ അതിൽ പാണ്ഡിത്യമുള്ള ഒരാൾക്ക് മാത്രമേ പഴയ നിയമ ഉദ്ധരണികൾ ഇതുപോലെ ഉദ്ധരിക്കാൻ കഴിയുള്ളൂ. എന്ന് വെച്ചാൽ ആലയത്തെക്കുറിച്ചും സമാഗമന കൂടാരത്തെക്കുറിച്ചും കുറച്ചുകൂടി പറഞ്ഞാൽ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ചുമൊക്കെ ഇങ്ങനെ വിശദമായി എഴുതണമെങ്കിൽ ആമേൻ അല്പം ചരിത്രവും ന്യായപ്രമാണമൊക്കെ അറിയുന്ന ഒരാൾ തന്നെയായിരിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഇത് പൗലോസ് തന്നെ എഴുതി എന്നാണ്. ആരെഴുതിയാലും സ്തോത്രം, നമുക്കുള്ള ദൂത് കിട്ടിയാൽ മതിയല്ലോ. ആമേൻ. ഞാൻ പ്രൈസ് എല്ലാം ഇടയ്ക്കൊക്കെ എൻ്റെ മൊബൈലില് ഞാൻ ഇങ്ങനെ പേരുകൾ ജിജി മോഹൻ പാസ് എന്നൊക്കെ എല്ലാവരും പേര് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാമല്ലോ, പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ കണക്കൂട്ടിൽ ജിജി മോഹൻ പാസിന് കൊടുക്കാൻ പറ്റിയ ചില സ്പെല്ലിംഗ് ഒക്കെ ഉണ്ട്. അതാ ഞാൻ അടിച്ചു കയറ്റുന്നത്. അപ്പം ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ ഈ ഫോൺ വന്നാൽ പിള്ളേരെടുത്തിട്ട് വായിക്കുന്നത് കേൾക്കുമ്പോൾ ഏതാണ്ട് ചൈനക്കാർ കൊറിയക്കാർ വിളിക്കുന്നൊക്കെ അവര് പറയുന്നേ. അപ്പൊ എന്നോട് പറയും, പാപ്പ ഇങ്ങനെ ഒരാള് വിളിക്കുന്നു, ഇത് എന്നാ പേരാ പാപ്പ? ഞാൻ പറഞ്ഞു, മോനെ അത് ജിജി മോഹൻ എന്നാണ്. സ്തോത്രം. ഓ, അപ്പൊ എന്നോട് ചോദിക്കും, അപ്പൊ ഇങ്ങനെ എഴുതാല്ലേ? ഞാൻ പറഞ്ഞു, കാര്യം പിടുത്തം കിട്ടിയാ പോരെ. ഇനിയിപ്പോ അതിന്റെ സ്പെല്ലിംഗ് എല്ലാം കൂടി കൃത്യമാകണമെന്നും ഇല്ലല്ലോ. അത് അവർക്ക് മനസ്സിലായില്ലേലും എനിക്ക് കാര്യം പിടുത്തിയാ കിട്ടിയാ പോരെ. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. പണ്ട് 2 പോലീസുകാരിൽ നിന്ന്, നമ്മുടെ കുറുപ്പം പോലീസുകാരുണ്ടല്ലോ, പണ്ട് നിക്കറൊക്കെ ഇട്ട് നടന്ന ഈ കുറുപ്പം പോലീസുകാരിൽ നിന്ന് ഇങ്ങനെ സന്ധ്യയ്ക്ക് നിന്ന് ഈ ഡൈനാമ ഇല്ലാത്ത അല്ലെങ്കിൽ ലൈറ്റ് ഇല്ലാതെ പോകുന്ന സൈക്കിളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പിടിച്ചുന്ന കൂട്ടത്തിൽ അവൻ 3 പേര് ഓവർലോഡ് കയറി വരുന്നു. അവരെ പിടിച്ചിട്ട് ചോദിച്ചേ, എന്താണ് പേരെന്ന് ചോദിച്ചു. പേരെഴുതിയ ഒരാളുടെ പേര് പറഞ്ഞു സാബു, രണ്ടാളുടെ പേര് സാജൻ, മൂന്നാമയുടെ പേര് എന്താന്ന് വെച്ചു പറഞ്ഞു, എന്റെ പേര് ധൃതരാഷ്ട്രം. ആമേൻ. ഒന്നുകൂടി ചോദിച്ചു, എന്നാണ് നിന്റെ പേര്? സാറേ എന്റെ പേര് ധൃതരാഷ്ട്രം. ഒന്നുകൂടി ചോദിച്ചു, എടാ കൃത്യമായിട്ട് പറയണം, ധൃതരാഷ്ട്രം. ഉടനെ ഉള്ളി പറഞ്ഞു, ഞാൻ ജോസം എഴുതുന്നുണ്ട്, വിളിക്കുമ്പോ ചെന്നേക്കണോന്ന്. എന്ന് വെച്ചാലേ ഇതങ്ങ് എഴുതാൻ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാനങ്ങ് ജോസം എഴുതുന്നുണ്ട്. കോടതിയിൽ പെറ്റി അടക്കാൻ ചെല്ലുമ്പോ ജോസം പെറ്റി കേസ് എഴുതുമ്പോ പേര് വിളിക്കുമ്പോ അങ്ങ് കയറി ചെന്നേക്കണം, അത്രയൊക്കെ പറ്റും. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. അപ്പോ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ആര് കുത്തിയാലും അരി എന്ത് ചെയ്താൽ മതി? വെളുത്താ മതി അല്ലേ? അപ്പൊ നമ്മുടെ മനോഭാവം അതാ. അപ്പൊ ആര് എഴുതിയാൽ എന്താ? വചനം ദൈവത്തിൻ്റെതായതുകൊണ്ടും വിടുതൽ ആ വചനത്തിനകത്തുള്ളത് കൊണ്ടും എനിക്കും നിങ്ങൾക്കും സന്തോഷമാണ്. ഇന്ന് പകലിൽ ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. കഴുതയുടെ വായ തുറന്നാലും പക്ഷിയുടെ വായ തുറന്നാലും ഏത് മൃഗത്തിന്റെ വായ തുറന്നാലും അരുളപ്പാട് ദൈവത്തിന്റെ വചനമാണെങ്കിൽ അതിനകത്തൊരു ദൈവകൃപ വ്യാപരിച്ചിരിക്കും, അതിനകത്തൊരു ദൈവ സാന്നിധ്യം ചലിച്ചിരിക്കും. ആമേൻ. ആയതുകൊണ്ട് തന്നെ നമ്മൾ വായിച്ച ഈ 12-ാം അധ്യായം 1-ാം അധ്യായം തുടങ്ങി നിങ്ങൾ ശാന്തമായി വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. എബ്രായ ലേഖന കർത്താവ് എന്തോ ഒന്ന് ഈ സഭയോട് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. എന്താ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്? എബ്രായ വിശ്വാസത്തിൽ നിന്ന്
ആമേൻ ന്യായപ്രമാണത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ആമേൻ അടിയറ വെച്ച അല്ലെങ്കിൽ ചുവടുകൾ മട്ടി ചവിട്ടിയ ഒരുപറ്റം ദൈവമക്കൾ, ഈ എബ്രായ വിശ്വാസികൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവരുടെ അകത്ത് ഭയങ്കര കൺഫ്യൂഷൻ സ്പിരിറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ആലയം എന്ന് പറയുന്നത് അവിടെ രക്തത്തിനകത്താണ്. കുറച്ചുകൂടി പറഞ്ഞാൽ മോശ അവർക്ക് ഒരിക്കലും മാറ്റുവാൻ കഴിയാത്തൊരു മനുഷ്യനാണ്. അഹരോൻ എന്ന ഒന്നാമത്തെ പുരോഹിതനെ അവർക്ക് ഒരിക്കലും നിർത്തു നിൽക്കാൻ കഴിയത്തില്ല. ആലയത്തിൽ അകത്തുള്ള സമാഗമന കൂടാരം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകം, പെട്ടകത്തിനകത്ത് വെച്ചിരിക്കുന്ന മണ്ണായിട്ട് വെച്ച പൊൻപാത്രം, അഹരോന്റെ തളിർത്തവടി, ആമൻ, പിന്നെ ആമൻ കൽപ്പലക, ഇതൊന്നും മാറ്റിക്കൂടാൻ കഴിയത്തില്ല. അപ്പൊ വിശ്വാസത്തിലേക്ക് വന്നിട്ടും യേശുവിനെ അവർ ആഴത്തിൽ അറിഞ്ഞിട്ടും അവരുടെ അകത്തുനിന്ന് ഈ ന്യായപ്രമാണത്തിലെ സമാഗമന കൂടാരവും മോശയും പൗരോഹിത്യമൊന്നും മാറിപ്പോകാത്തത് കൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ ആമൻ ഇവരെ എല്ലാവരേക്കാൾ യേശു സേട്ടനെന്ന് എഴുതിയാണ് എബ്രായ ലേഖനം. ഒന്നുകൂടി പറയാം, പൗലോസ് ഇവരെയെല്ലാം കോർത്തിണക്കിയിട്ട് പറയുന്നു, നിങ്ങൾ പറയുന്ന ഇവരെ എല്ലാവരേക്കാൾ യേശു ശ്രേഷ്ഠനാണ്. ആമേൻ. 1-ാം അധ്യായത്തിൽ ദൂതന്മാരെ ഇങ്ങനെ നിർത്തി, എന്നിട്ട് പറഞ്ഞു, ദൂതന്മാരെക്കാൾ ആമൻ യേശു ആരാണ്? ശ്രേഷ്ഠനാണ്. കരമുയർത്തുവരല്ലോ എന്ന് പറഞ്ഞേ. അവർ നമ്മുടെ സേവകാത്മാക്കളാണ്. രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ദൈവമാക്കി വെച്ചിട്ടുള്ള സേവകാത്മാക്കളാണ് ദൈവത്തിന്റെ ദൂതന്മാർ. അവര് യേശുവിനെ ആരാധിക്കുന്നവരാണ്. ആരാധന പുരുഷൻ അവൻ ദൂതന്മാരല്ല, ആരാധന പുരുഷൻ യേശുവാണ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അവിടത്തെ ആമൻ മോശയെ കുറിച്ചിട്ട് പറയുന്നു. ആമൻ മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ, എന്നിട്ട് പറയുന്നു മോശയേക്കാൾ യേശു ശ്രേഷ്ഠനാണ്. ഹല്ലേലൂയ പറയാൻ പറ്റുമോ? അടുത്തത് പറയുന്നു, അവൻ 1-ാമത്തെ പുരോഹിതൻ, പൗരോഹിത്യത്തിന്റെ A to Z എന്ന് വെച്ചാൽ 1-ാമത്തെ പുരോഹിതൻ അഹരോനും ഒടുവിലത്തെ പുരോഹിതൻ സക്കരിയാവിന്റെയും ചരിത്രമെടുത്താൽ 1-ാമത്തെ പുരോഹിതനായ അഹരോനേക്കാൾ ശ്രേഷ്ഠനാണ്. നിത്യ പൗരോഹിത്യം പ്രാപിച്ച് ആകാശമേഘങ്ങളിലൂടെ കടന്നുപോയി താമസം എന്നെ ചേർക്കാൻ വരുന്ന ആ പുരോഹിതനായ യേശു ആമേൻ ആമേൻ മോശയേക്കാൾ അഹരോനേക്കാൾ ശ്രേഷ്ഠനാണ്. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല. പിന്നെ ഇങ്ങോട്ട് നമ്മൾ വായിക്കുമ്പോൾ ആമൻ വിശുദ്ധന്മാരായ ആമൻ സ്തോത്രം ഓരോരുത്തരെയും എടുത്തു പറയുന്നു, ആലയത്തെ എടുത്തു പറയുന്നു, എന്നിട്ട് ആലയത്തിലുള്ള വസ്തുക്കളെ പറയുന്നു, ഇവരിൽ എല്ലാവരേക്കാൾ യേശു ശ്രേഷ്ഠനാണ്. ഇത് പറഞ്ഞിട്ട് 11-ാം അധ്യായത്തിൽ എന്നെ വളരെ സന്തോഷിപ്പിച്ചൊരു കാര്യം, 11-ാം അധ്യായം ആരംഭിക്കുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ബാക്കി നിങ്ങൾ പറ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. 11-ാം അധ്യായത്തിൽ ഇങ്ങനെയൊക്കെ തുടങ്ങിയ 1-ാം വാക്യത്തിൽ വിശ്വാസം എന്നതോ എന്ന് ആരംഭിച്ചിട്ട് 11-ന്റെ 6 വരുമ്പോൾ വിശ്വാസം കൂടാതെ അല്ലെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ഒരു പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഇത് പറഞ്ഞ് 6-ാം വാക്യം കഴിയുമ്പോൾ 11-ന്റെ 6-ാം വാക്യം കഴിയുമ്പോൾ ഇതാ പഴയ നിയമ ഭക്തന്മാരിൽ ആരംഭത്തിലെ ഭക്തന്റെ പേര് അവിടെ എടുത്തു പറയുന്നു. ആരാണ് ഭക്തൻ? ഹാബേൽ. ഇന്റെ ആരംഭം കുറിക്കുന്നു. ഹാബേൽ എന്ന് പറയുന്ന പഴയ നിയമ വിശുദ്ധനായ വിശ്വാസവീരനായ ആരാധനയ്ക്ക് വേണ്ടി ജീവനെ കൊടുത്ത സമൻ സ്വർഗം കുനിഞ്ഞു നോക്കുന്ന ഒരു ആരാധന കാഴ്ചവെച്ച് ഒരൊറ്റ ആരാധന നിമിത്തം രക്തം ഭൂമിയിൽ ചൊരിക്കേണ്ടി വന്ന ആ ഹാബേലിനെ എടുത്തു പറഞ്ഞിട്ട് പൗലോസ് പറയുന്നു, ഹാബേൽ പഴയ നിയമത്തിൽ ഒരു വിശ്വാസവീരനാണ്. ഇത് പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഒടുവിൽ കൊണ്ടുവന്ന് ഈ മനുഷ്യൻ നിർത്തുന്നത് ശമൂവേൽ എന്നീ പുരോഹിതന്മാരെയാണ്, ശമൂവേൽ എന്നീ പ്രവാചകന്മാരെയാണ്. എന്നിട്ട് താഴത്തോട്ട് പറയുന്നു, അവർ
വിശ്വാസത്തിന് വേണ്ടി ഭേദ്യമേറ്റു. അവർ വിശ്വാസത്തിന് വേണ്ടി കാടുകളിലും മേടുകളിലും ഉഴന്നു കഴിയേണ്ടി വന്നു. ചിലർ അവൻ നല്ല ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി അവിടെ രക്ഷ പോലും മാറ്റിവെച്ച് ദൈവത്തിന് വേണ്ടി രക്തസാക്ഷിയായി. ഇത് പറഞ്ഞ് 11-ാം അധ്യായം അവസാനിപ്പിക്കുന്നു. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറ. എന്നിട്ട് പൗലോസ്ലീഗ ഈ 11-ാം അധ്യായത്തിൽ ഏകദേശം 33ഓളം വിശ്വാസ വീരന്മാരെ ഇങ്ങനെ കൊണ്ടുവന്ന് നിരത്തി വെച്ചു. ശ്രദ്ധിക്കണമേ, നിരത്തി വെച്ചു. എന്നിട്ട് ആ 33 വിശ്വാസ വീരന്മാരെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് അവൻ 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അതാണ് നമ്മുടെ വിഷയം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഹാബേലിൽ തുടങ്ങി ശമൂവേൽ എന്ന പ്രവാചകന്മാരിൽ കൊണ്ടുവന്ന് പഴയ നിയമ വിശുദ്ധന്മാരുടെ പട്ടിക 33 പേരെ അണിച്ചും നിരത്തി വെച്ചിട്ട് ഇതാ ഒരു ഗാലറിയിൽ കൊണ്ടുവന്ന് ഈ 33 പേരെ ചുറ്റും ഇരുത്തിയിട്ട് പൗലോസ് നമ്മോട് പറയുന്നു, ശ്രദ്ധിക്കണം കേട്ടോ, നമ്മളിപ്പോൾ ഒരു ഓട്ടക്കളത്തിൽ ഓടാൻ തയ്യാറാകുക. പോരാ 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 പോരാ. ആമേൻ. കരമുയർത്തി ദൈവത്തിന് നന്ദി പറ. ഹല്ലേലൂയ. പൗലോസ്ലീഗ പറയാണ്, 33-ലധികം വിശ്വാസ വീരന്മാർ ആമേൻ നമ്മുടെ ഓട്ടം കാണാൻ ഇത് ഗാലറിയിൽ ഇരിക്കുമ്പോൾ പുതിയ നിയമ വിശ്വാസികളായ രക്തം കൊണ്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവജന ഇന്ന് പകൽ തിരിച്ചറിയേണ്ട ഒരൊറ്റ ദൂതൻ എന്നറിയാമോ? നമ്മുടെ ഓട്ടം കാണാനിരിക്കുന്നത് ചെറിയ പുള്ളികളല്ല, വില കുറഞ്ഞ ല്ല, കഴിവില്ലാത്തവരല്ല, വില കുറഞ്ഞവരല്ല. അവരെല്ലാം അത്ഭുതങ്ങൾ കണ്ടവരാണ്, വിടുതൽ പ്രാപിച്ചവരാണ്, രക്ഷാപൂർത്തീകരണം അനുഭവിച്ചവരാണ്, വിശ്വാസത്തിന്റെ വീരന്മാരാണ്. അവരാണ് നിന്റെ കളി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മീറ്റിംഗിൽ ഒരൽപ്പം ഗൗരവത്തോടെ ഞാൻ ഇന്ന് ഈ പുൽപ്പിറ്റിൽ നിൽക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന്റെ ഓട്ടം ശരിയായി ഓടിയില്ലെങ്കിൽ ഓട്ടം തെറ്റും കേട്ടോ. പലരെയും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചിലർ ഓടുന്നത് കളിച്ചുകൊണ്ട് ഓടുന്നത്, ചിലർ ഓടുന്നത് തമാശക്ക ഓടുന്നത്, ചിലർ ഓടുന്നത് ഉഴപ്പിയ ഓടുന്നത്. അതിന്റെ ഗൗരവം നിനക്ക് തിരിച്ചറിയില്ലെങ്കിൽ ഇന്നത്തെ മീറ്റിംഗിനകത്ത് ആ ഗൗരവം തിരിച്ചറിയട്ടെ. നീ ഗാലറിയിൽ അവൻ ഓട്ട കാണാതിരിക്കുന്നത് ചെറിയ വ്യക്തികളല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കൊച്ചു കൊച്ചു ഉദാഹരണങ്ങളൊക്കെ എൻ്റെ ശൈലിയിൽ ഞാൻ പങ്കുവെക്കാറുണ്ട്. അതൊന്ന് ഞാൻ പങ്കുവെച്ചോട്ടെ. ഞാൻ സ്തോത്രം, എനിക്കും കർത്താവിനാസൻ ജിജിമോഹൻ പാസ്റ്റർക്കും ഇവിടെ ഇരിക്കുന്ന അഭിഷിക്തന്മാർക്കും ഇന്ന് വൈകിട്ട് ഒരു മാച്ച് ഉണ്ട്, ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ട്. കൊട്ടാരക്കര ആമേൻ ഇവിടുത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിനകത്ത് ഞങ്ങൾക്കൊരു മാച്ച് ഉണ്ട്. ഫുട്ബോളാണ് മാച്ച്. ഞങ്ങൾക്ക് ഞറുക്ക് വീണിരിക്കുക. ഞങ്ങൾ ഇന്ന് വൈകിട്ട് ജേഴ്സിയൊക്കെ ഇട്ട് ഞങ്ങൾ കളിക്കാൻ വേണ്ടി ഇറങ്ങിയ. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആമൻ നിങ്ങളുടെ എതിരാളി എന്ന് പറയുന്നത് കൊച്ചിക്കാരാണ്, കൊച്ചിക്കാരും കൊട്ടാരക്കരക്കാരും തമ്മിലാണ് ഇന്ന് മാച്ച് ഉള്ളത്. ഈ പ്രതീക്ഷയോടെ ഞങ്ങൾ 3-4 പേര് കൂടി കളിക്കളത്തിലേക്ക് ഇറങ്ങി കളിക്കാൻ വേണ്ടി പന്തുമായിട്ട് ഇങ്ങനെ നിന്ന് ചുറ്റും ഈ ഗാലറി നോക്കുമ്പോ ഇതായിരിക്കുന്നു മെസ്സി. ആരായിരിക്കുന്നേ? മെസ്സി. മെസ്സിയെ കണ്ട് ഞാനൊന്ന് ഞെട്ടിയപ്പോ ജിജിമോഹൻ ബാസ് എന്നെ പുറത്തു ഇട്ടിട്ട് പറയുക, ഞെട്ടം വരട്ടെ, ദാണ്ട് ഇപ്പുറത്തിരിക്കുന്നു റൊണാൾഡോ. ആമേൻ. അപ്പോ ഞങ്ങൾ രണ്ടും ഞെട്ടിയിരിക്കുമ്പോ അടുത്ത ദൈവദാസൻ തട്ടിയിട്ട് പറയുക, ഞെട്ടം വരട്ടെ, എംബാപ്പെ. ആരിയ്ക്കുന്നു? എംബാപ്പെ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ ലോക്കലിൽ തട്ടിക്കളിക്കുന്ന, ഈ ലോക്കലിലെ ഗ്രൗണ്ടിൽ തട്ടിക്കളിക്കുന്ന ഞങ്ങളുടെ കാലിൽ പന്ത് കിട്ടിയാലും അടിക്കാൻ മറക്കത്തില്ലേ? ഞങ്ങളുടെ ലക്ഷ്യം തെറ്റത്തില്ലേ? നമ്മുടെ അകത്തുകൂടി ഒരു പിടപ്പുണ്ടാകത്തില്ലേ? ഒരു ഭയമുണ്ടാകത്തില്ലേ? ഒരു ഭയം നമ്മളെ ഭരിക്കത്തില്ലേ? സ്വത്രം സ്വത്രം സ്വത്രം.
ആമേൻ. ഇനി ആ ഗൗരവത്തിലേക്കൊന്ന് വരാൻ കേട്ടോ. ആമേൻ. ജിമോഹൻ ഭാഷ എന്നോട് പറയും, ജിപാഷേ ഉഴപ്പി കളിക്കല്ലേ കേട്ടോ, തമാശ എന്ന് പറഞ്ഞ് കളിക്കല്ലേ, ചുമ്മാ ആ പള്ളി ഗ്രൗണ്ടിൽ കളിച്ച പോലെ കളിക്കല്ലേ. നമ്മുടെ കളി കാണാനിരിക്കുന്നത് ഇന്റർനാഷണൽ ലെവലിൽ കളിക്കുന്നവരാ. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ ദൈവമക്കളെ? പുതിയ നിയമ വിശ്വാസികളായ ഞാനും നിങ്ങളും അറിയേണ്ടത്, നമ്മൾ ഓടുമ്പോൾ നമ്മുടെ ഓട്ടം കാണാൻ ഗാലലിയിൽ ഇരിക്കുന്നത് ഹാബേൽ ഇരിപ്പുണ്ട്, അബ്രഹാം ഇരിപ്പുണ്ട്, ദാനിയേൽ ഇരിപ്പുണ്ട്, ശദ്രക്ക് മേശക്ക് ഇരിപ്പുണ്ട്, പഴയ നിയമത്തിലെ ശമൂവേൽ ഇരിപ്പുണ്ട്, മോശ ഇരിപ്പുണ്ട്. ഇത്രയും വിശുദ്ധന്മാർ ഇരിക്കുന്ന ഗാലറിയിലാണ് ഞാനും നിങ്ങളും ഓടാൻ തുടങ്ങുന്നത്. ആമേൻ. സ്തോത്രം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന മാന്യ ദൈവജനത്തോട് എനിക്കൊരൊറ്റ ദൂത പറയാനുള്ളൂ. ഓടണമെങ്കിൽ നേരെ ചൊവ്വ ഓടണം, ഓടണമെങ്കിൽ നേരെ ചൊവ്വ ഓടണം. ഹല്ലേലൂയ. ഉഴപ്പി ഓടാനുള്ള ഇടമല്ല ഇത്. സ്തോത്രം, 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 സ്തോത്രം. നല്ലൊരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറഞ്ഞേ. ഇനി സ്തോത്രം, പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ആമേൻ. ആ സ്തോത്രം, നമുക്ക് മുൻപിൽ ഉള്ള ഓട്ടം എങ്ങനെ ഓടണം? സ്ഥിരതയോടെ ഓടണം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. എങ്ങനെ ഓടണം? ആമേൻ. സ്ഥിരതയോടെ ഓടണം. അപ്പോ ഒന്ന്, നമ്മൾ ഓട്ടക്കളത്തിലാണ്. രണ്ട്, നമ്മുടെ ഓട്ടം കാണാൻ ആരായിരിക്കുന്നേ? പഴയ നിയമത്തിലെ വിശ്വാസ വീരന്മാർ. അവരെ വീട്ടിൽ ചെന്ന് ഓരോരുത്തരുടെ ചരിത്രം പഠിച്ചാൽ നിങ്ങളുടെ കളി കാണാനിരിക്കുന്നവർ കൈയടിക്കുവോ, അല്ലെങ്കിൽ ക്ഷമിക്കണം പറഞ്ഞത്, ഞങ്ങളിടയ്ക്ക് ദേവദാസന്മാർ കൂടി ടൂർ പോകും. ഇപ്പൊ ഞങ്ങൾ ഈ വോളിബോൾ കളിക്കും. തൊടുപുഴ ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ, ഗ്രൗണ്ട് ഓപ്പൺ ആയതുകൊണ്ട് ഞങ്ങളങ്ങ് കയറി കളിക്കുക. ഞങ്ങൾ ആർക്കും കോച്ചിങ് ഒന്നുമില്ല, ഞങ്ങൾ തന്നെയാ കോച്ച്. കിട്ടുന്ന പോലെയൊക്കെ കളിക്കും. അപ്പൊ ഞങ്ങൾ കുറേ നേരം കളിച്ചുകൊണ്ടിരിപ്പോൾ ഒരു മനുഷ്യൻ അവിടെ ഇങ്ങനെ വന്ന് കയ്യും കെട്ടി നോക്കിയ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ വയലന്റായി. എന്നിട്ട് ഓരോ പ്രാവശ്യം വന്ന് കിട്ടാൻ പറയും, അങ്ങനെ അടി, ഇങ്ങനെ അടി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾക്ക് കളി അറിയാം. ഞാൻ പതുക്കെ കളിക്കുന്നതോട് പറഞ്ഞു, എൻ്റെ കാലത്ര സുഖമില്ല, എന്തൊരു വേദന എന്ന് പറഞ്ഞ് പതുക്കെ ഞാനങ്ങ് മാറി. കാരണം എനിക്ക് മനസ്സിലായി കുറച്ചുകൂടി കളിച്ചാൽ ഇയാൾ മണ്ണുവാരി എറിയും. കാരണം അതേ കളിയാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനങ്ങ് ചൂടായി, ഭയങ്കരമായിട്ട് ചൂടായി. അപ്പൊ വേറൊരു പയ്യൻ അവിടെ നിൽപ്പുണ്ട്. ഞാൻ അവനോട് അടുത്ത് വിളിച്ചു, ഇയാൾ എന്തിനാ ചൂടാകുന്നത്? പുള്ളി പറഞ്ഞു, ഈ ഗ്രൗണ്ടിൽ വോളിബോൾ അവൻ പഠിപ്പിക്കുന്ന മാഷാണ് പുള്ളി. ഞങ്ങൾക്ക് വച്ചിക്കാരാന്ന് പറഞ്ഞ് വലിയ കളിയൊക്കെ കളിക്കുക, കളിക്കാനൊന്നും അറിയില്ല, ചുമ്മാ ഇട്ട് തട്ടുക. അവൻ റൂൾസ് ഒന്നുമില്ല, ചുമ്മാ തട്ടുക. പക്ഷെ കളി പഠിപ്പിക്കുന്ന കോച്ച് ഞങ്ങളോട് പറയാ, ഇത് അത് മെനകെട്ട കളി കളിക്കാതെ ഇറങ്ങിപ്പോടാ ഗ്രൗണ്ടിൽ. അന്ന് മനസ്സിലായി, കളി അറിയാതെ പുറത്ത് ഗ്രൗണ്ടിൽ പോയി കളിക്കരുത്. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ രാവിലെ സെക്ഷൻ, ഞാൻ ഒരു ഓട്ടക്കളത്തിലാണെന്നും, സ്തോത്രം, ആരും ഓടി തോൽപ്പിക്കാനല്ലെന്നും ആരുടെ മുമ്പിൽ കയറി ഓടാനുമല്ലെന്നും തിരിച്ചറിവുള്ള എത്ര ദൈവമക്കൾ ഇന്ന് പ്രഭാതത്തിൽ ഇതിന് നടുവിലുണ്ട്. അവരാണ് കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കേണ്ടത്. ആമേൻ. നമ്മുടെ എല്ലാം വിഷയം എന്താണെന്നറിയോ? നമ്മൾ ഓടുന്നത് ആരൊക്കെയോ ഓടി എന്ത് ചെയ്യാനാ? പാസ്റ്ററെ ഓടിത്തോപ്പിക്കാൻ, വിശ്വാസികളെ ഓടിത്തോപ്പിക്കാൻ. എന്നിട്ട് ഓടിത്തോപ്പിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എന്നോടാ, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ ഓടി ജയിച്ചതാ. അപ്പൊ നമ്മൾ ആരോടൊക്കെയോ വൈരാഗ്യത്തോടെ ഓടുന്നു, പിണങ്ങി ഓടുന്നു, ആരെയോ പുറകിലാക്കാൻ ഓടുന്നു, ആരുടെയൊക്കെ മുൻപിൽ ഓടിക്കയറുന്നു. ഇന്ന് പകൽ വരുന്ന വഴിക്ക് വണ്ടിയിൽ വെച്ച് പരിശുദ്ധാത്മാവനോട് പറഞ്ഞു, ഇത് ഒരു മാച്ച് അല്ല.
ദൂത് മനസ്സിലായോ? ഇവിടെ കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഇല്ല. എന്തുകൊണ്ട് തിരിച്ചു വരാൻ കേട്ടോ ദൈവമക്കളെ, വിശ്വാസ ജീവിതത്തിൽ എന്തില്ല? കോമ്പറ്റീഷൻ ഇല്ല. എന്തുകൊണ്ടാ ഇല്ലാത്തെന്നറിയാമോ? എന്റെ ട്രാക്കല്ല ഈ അഭിഷിക്തന്റെ ട്രാക്ക്. എനിക്ക് 300 കിലോമീറ്ററിന്റെ ട്രാക്കാണെങ്കിൽ ഈ അഭിഷിക്തന് 700 അടുത്ത ആൾക്ക് 450. തന്റെ ട്രാക്ക് എനിക്ക് കയറി ഓടേണ്ട ആവശ്യമില്ല. നിന്റെ ട്രാക്കിലൂടെ നീ ഓടിയാൽ മതി. അടുത്തവന്റെ ട്രാക്കിൽ കയറി നീ ഓടണ്ട. ആ ഓട്ടത്തിനകത്ത് നിനക്ക് വിജയം ഉണ്ടാവില്ല. വളരെ ആഴമായി ചിന്തിക്കണം കേട്ടോ. എനിക്കോടാൻ ദൈവം തന്നിരിക്കുന്നത് 400 മീറ്ററാണ്. നിങ്ങൾക്ക് ഓടാൻ തന്നത് 100 മീറ്ററാണ്. 400 മീറ്റർ ഓടാൻ എനിക്ക് കൽപ്പിച്ചാക്കിയ ആ ട്രാക്കിലൂടെ 100 മീറ്റർ ഓടുന്നവന്റെ ട്രാക്കിൽ കയറാൻ എനിക്ക് പ്രമാണമില്ല. അത് ഓടിയാലൊട്ട് ഞാൻ ചെയ്യാളിയാകത്തുമില്ല. സ്തോത്രം. അതുകൊണ്ട് ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനം അറിയേണ്ടത്, നിങ്ങൾ ആദ്യമേ ദൈവത്തോട് ചോദിക്ക്, ദൈവമേ എനിക്കോടാൻ തന്നിരിക്കുന്ന ട്രാക്കിൽ എത്ര മീറ്ററാ ഓടേണ്ടത്? 500 ആണോ, 600 ആണോ, 1000 ആണോ, എത്രയാ ഓടേണ്ടത്? ആ ഓട്ടം ഓടാൻ നിന്നെ തന്നെ സജ്ജമാക്കുവാൻ ദൈവാത്മാവ് ദൂത് പറയുന്നു. സ്തോത്രം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഈ ലേഖനം എഴുതിയ ഈ പൗലോസ് മറ്റൊരു സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ കാരാഗൃഹത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്നു. തന്റെ തലയുടെ മീതെ, എന്റെ ഭാഷ പറഞ്ഞാൽ താൻ കിടക്കുന്നതിന്റെ തലയ്ക്ക് മീതെ ഒരാരാച്ചാരിരുന്ന് വാളിന് മൂർച്ച വെപ്പിക്കുന്നു. ആമേൻ. ഈ ശബ്ദം താഴെ കിടക്കുന്ന പൗലോസിന്റെ ചെവിയിലെത്തുന്നു. അവരങ്ങനെയാ ചെയ്യുന്നേ. റോമക്കാരുടെ ആമേൻ ഈ കൊലപാതകത്തിനൊരു സ്റ്റൈലുണ്ട്. ആരാണോ കൊല്ലപ്പെടാൻ പോകുന്നത്, ആ കൊല്ലപ്പെടാൻ പോകുന്നവന്റെ ചെവിയിൽ അവനെ വെട്ടാനുള്ള വാളിന്റെ ശബ്ദം അവർ കേൾപ്പിക്കും. ഈ താഴെ കിടന്ന് ഈ വാളിങ്ങനെ രാകുമ്പോൾ ആ തൂലിക ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ രാകുന്ന ശബ്ദം കേട്ട് പൗലോസ് ഞെട്ടിത്തെറിച്ചിട്ട് പറയുന്നു, എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു. ആ ശബ്ദം ഞാൻ എന്റെ ചെവിയിൽ കേൾക്കുന്നു. ഓടി തികച്ചവന്റെ അവസാന വാക്ക്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. തീർന്നില്ല. എനിക്ക് മാത്രമല്ല, അവങ്കൽ പ്രത്യാശ വെച്ച ഏവർക്കും അത് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓടുന്ന ദൈവ പൈതലേ, ആരെ നോക്കി ഓടണ്ട. എന്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ പറയാം. ഞാനൊരൊറ്റ മനുഷ്യനെ നോക്കി ഓടത്തില്ല. ആരുടെ കോപ്പി അടിച്ചും ഓടത്തില്ല. എനിക്ക് എന്റേതായൊരു തനിമയുണ്ട്. എനിക്ക് എന്റേതായൊരു ആറ്റിറ്റ്യൂഡ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ദൈവം തന്നത് സ്പെഷ്യൽ ട്രാക്കാ. ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ, അത് തികക്കണമെന്നേ എനിക്ക് ആശയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ദൂതിന്റെ നടുവിൽ പ്രതികരിക്കുന്ന ദൈവത്തോട് പറയുക, ഓട്ടത്തിൽ കാലിടരരുത്, ഓട്ടത്തിൽ മനസ്സിടരരുത്, ഓട്ടത്തിന്റെ നടുവിൽ നിങ്ങളെ കാല് പിണച്ചു പോവരുത്. പക്ഷെ എനിക്ക് ഒരു കാര്യമൊന്ന് നിങ്ങളോട് പറയണം. അവിടെ
പൗലോസ് പറയാണ്, രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. ആരെ നോക്കണം? ഗാലറിയിൽ ആരൊക്കെയുണ്ട്? ആരെങ്കിലും ഒക്കെ ഒന്ന് പേര് പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, കൈ കൊടുത്ത് പറഞ്ഞാൽ മതി. അവിടെ ആരൊക്കെ ഉണ്ടോ എന്ന് കൈ കൊടുത്ത് പറഞ്ഞേ. ആരൊക്കെയുണ്ട് അവിടെ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആരൊക്കെ ഉണ്ട് ഒന്ന് പറഞ്ഞേ. ഹാബേലുണ്ട്. പറഞ്ഞോ. സഹോദരൻ, അവരാരെങ്കിലും ചെറിയ ആൾക്കാരാണോ? ചെറിയവരാണോ? ആണോ അല്ലയോ? അല്ല. പക്ഷേ ഓടുമ്പോൾ വിശ്വാസിയുടെ പിതാവ് അവിടെ ഉണ്ടെന്ന് കരുതി പുള്ളിയെ നോക്കരുത്. സിംഹത്തിന്റെ വായടച്ച ദാനിയേൽ ഉണ്ടെന്ന് കരുതി ദാനിയേലിനെ നോക്കരുത്. തീയുടെ ബലം കടത്തിയ എബ്രായ ബാലന്മാരുണ്ടെന്ന് കരുതി അവരെയും നോക്കരുത്. നോക്കാൻ ഒരാളെ പൗലോസ് കാണിച്ചു തരുന്നു. ജീസസ്. നമുക്ക് നോക്കണമെങ്കിൽ ഒരാളെ നോക്കണം. അത് നമ്മുടെ യേശുവാണ്. ഓ, സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? സന്തോഷമുണ്ടോ? എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന പാസ്റ്ററിന്റെ മുഖത്തല്ല എന്റെ നോട്ടം. എന്റെ ചർച്ചിലെ സെക്രട്ടറിയുടെ മുഖത്തല്ല എന്റെ നോട്ടം. എന്നെ വിശ്വാസത്തിൽ നിലനിർത്തിയ വചനം പഠിപ്പിച്ച ലീഡേഴ്സിന്റെ മുഖത്തല്ല എന്റെ നോട്ടം. എന്റെ നോട്ടം ഇവരുടെ മേൽ ആരുടെ മേലുമല്ല. എനിക്ക് വേണ്ടി പ്രാണനെ തന്നോ, എനിക്ക് വേണ്ടി ജീവനെ തന്നോ, എനിക്ക് വേണ്ടി രക്ഷ ഒരുക്കിയോ, എനിക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊട്ടി തന്നോ യേശുവിന്റെ മുഖത്താണ് എന്റെ നോട്ടം. സ്വതന്ത്രം. ഞാൻ നിങ്ങളോട് സന്തോഷത്തോടെ ഒരു വാർത്ത പറയട്ടെ. യേശുവിന്റെ മുഖത്താണ് നീ നോക്കുന്നതെങ്കിൽ നിന്റെ കാലിടറുകയില്ല. അടുത്ത ദൂത് ഒരു ശബ്ദം ഉയർത്തി കേൾക്കണം കേട്ടോ. യേശുവിന്റെ മുഖത്താണ് നീ നോക്കി ഓടുന്നതെങ്കിൽ ഈ പട്ടണത്തിലെ സകലരും നിനക്കെതിരായാലോ നിന്നെ പരാജയപ്പെടുത്താൻ, നിന്നെ തോൽപ്പിക്കാൻ ഒരു പൈശാചിക മണ്ഡലങ്ങൾക്ക് കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ വന്ന് സ്തുതിച്ചേ. ദൈവദാസനെ, കഴിഞ്ഞ 94 മുതൽ ഞാൻ നോക്കി ഓടുന്നത് എന്റെ സംഘടനയുടെ നേതാവിനെ നോക്കിയല്ല, എന്റെ ചർച്ചിലെ മണി പവറിനെ നോക്കിയല്ല, എന്റെ ചർച്ചിനകത്തെ മസൽ പവർ ഉള്ളവരെ നോക്കിയല്ല. പകരം എനിക്ക് വേണ്ടി യാഗമായോ എന്റെ യേശുവിനെ നോക്കിയോ. എന്റെ യാത്ര അങ്ങനെ ഓടുന്നവർ ഈ പകൽ ആരാധിച്ച് പ്രാപിക്കട്ടെ. അഭിഷേകത്തോടെ, ആത്മാവിന്റെ നിറവോടെ, ആത്മാവിന്റെ ചൈതന്യത്തോടെ, ആത്മാവിന്റെ സാന്നിധ്യത്തോടെ, അല്പം ധൈര്യത്തോടെ, അല്പം അഹങ്കാരത്തോടെ ദൈവജനം ആരാധിച്ചു പറ, എന്റെ നോട്ടം എന്റെ യേശുവിന്റെ മേലാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് സന്തോഷമാണോ? ആണെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ആരെ നോക്കണം? ഈ ഗാലറി ഇരിക്കുന്ന ആരെയും നോക്കരുത്. തച്ചന്റെ മകനെ നോക്കണം. നസറത്തുകാരനായ യേശുവിനെ നോക്കണം. ഇവനും മറിയയുടെ ജോസഫിന്റെ മകനല്ലയോ? യോസേ, യൂദ, മറിയ എന്ന സഹോദരിമാർ ഇവനില്ലയോ? ഇവൻ ഇത്രയും ജ്ഞാനം എവിടെ നിന്ന്? ഹല്ലേലൂയ. എനിക്ക് എന്റെ രോമമൊക്കെ എഴുന്നേറ്റ് വരുന്ന ചില വാക്കുകൾ പൗലോസ് എഴുതിയിട്ടുണ്ട്. പൗലോസ് 1-ാം അധ്യായം തൊട്ട് യേശുവിന്റെ ശ്രേഷ്ഠത ഇങ്ങനെ വിവരിച്ചു വന്നിട്ട് ഒടുവിൽ ഇടയ്ക്ക് കയറി പൗലോസ് ഒരു പദം പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? ഇവനത്ര മഹാൻ.
എന്താ പറഞ്ഞേ? ഇവൻ എത്ര മഹാൻ. ആ കരമൊന്ന് ഉയർത്തി പറ, എന്റെ യേശുവിനെ പോലെ മഹാനായി ഉലകത്തിൽ വേറെ ആരുമില്ല. ഇവൻ എത്ര മഹാൻ. ഇവനെ പോലെ വേറൊരു ദൈവമില്ല. ഇവന് പകരം വെക്കാൻ ഒരു ദൈവമില്ല. ഇവന് തുല്യം ചൊല്ലാൻ വേറൊരു ദൈവമില്ല. ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. സ്തോത്രം. തെറ്റിദ്ധരിക്കില്ല. എന്റെ ചർച്ചിൽ ഞാൻ ഇങ്ങനെ പറയും, എന്നെ നോക്കി ഓടരുത്. ഞാനൊരല്പം കുറവുള്ളവനാ, അല്പം ബലഹീനമുള്ളവൻ, ഞാൻ അല്പം ചൂടാ. എന്റെ ഭാര്യയൊക്കെ എന്റെ മക്കൾക്ക് അറിയാം. ഇത്തിരി ചൂടുണ്ട്, അത് മാറാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങളും പ്രാർത്ഥിക്കണം. ഒരിച്ചിരി മുൻകോപമുണ്ട്, നല്ലതല്ലെന്ന് ദൈവം പറയുന്നുണ്ട്, വീട്ടുകാരും പറയുന്നുണ്ട്. 80% മാറ്റി, ഇനി 20 കൂടിയേ ഉള്ളൂ. സ്വതന്ത്രം. അപ്പൊ എന്നെ നോക്കി ഓടിയാൽ ആ 20 നിങ്ങളിലോട്ട് കയറും. സ്വതന്ത്രം. എന്നെ നോക്കരുത്. ഈ ചർച്ചിൽ ആരും നോക്കരുത്. ആമേൻ. യെരൂശലേമിന്റെ നെറുകെ നിന്ന് ലോകത്തിന്റെ പ്രഭുവിനെ നോക്കി അവൻ വെല്ലുവിളിച്ചു, ദാ വരുന്നു ലോകത്തിന്റെ പ്രഭു, അവന്റെതൊന്നും എന്റെ പക്കൽ ഇല്ല. അവന്റെതൊന്നും എന്റെ പക്കൽ ഇല്ല. അടുത്ത വാക്യം എന്നാന്നറിയോ? എന്റെ പാപത്തെ കുറിച്ച് എനിക്ക് ബോധം വരുത്തും. എന്റെ ദൈവമേ, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോ എനിക്ക് വചനമൊന്നും ഒത്തിരി അറിയത്തില്ലായിരുന്നു. എന്നിട്ടും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. പക്ഷെ ഇപ്പൊ ഓരോ ദിവസം അറിയും തോറും സ്നേഹം വർദ്ധിക്കുക. ഓരോ സെക്കൻഡ് ഓരോ മെസ്സേജ് ഉണ്ടാക്കുമ്പോഴും, ആ മെസ്സേജ് തയ്യാറാക്കുമ്പോൾ, ആ മെസ്സേജിലൂടെ ദൈവം ആദ്യമേ എന്നോട് ഇടപെടുമ്പോൾ മുട്ടുകുത്തി നിന്ന് പറയും, എന്റെ ദൈവമേ, അങ്ങെത്ര മഹാനോ, അങ്ങെത്ര വലിയവനോ, അങ്ങെത്ര ഉന്നതനോ, അങ്ങെത്ര വലിയ ദൈവമോ. പ്രൈസ് ഗോഡ്. ആമേൻ. ഇനി അപ്പൊ ഞാൻ ഓരോന്ന് പറയാണ്. അപ്പോ പഴയ നിയമ വിശുദ്ധന്മാരെ നോക്കരുത്. നോക്കേണ്ടത് ആരെ നോക്കണം? യേശുവിനെ നോക്കണം. ഇനി അടുത്ത സെന്റൻസ് പറയുന്നത് നിങ്ങൾ കുറിച്ചു വെക്കണം, അത് ശ്രദ്ധിക്കണം. ഈ പഴയ നിയമ വിശുദ്ധന്മാരെയൊക്കെ നോക്കിയാൽ ചിലയിടത്ത് ചില പ്രശ്നമൊക്കെ ഉണ്ട്. എന്താ? ഈ അബ്രഹാം സാറായിയുടെ വാക്ക് കേട്ട് ഹാഗാറിനെ എന്ത് ചെയ്തു? പരിഗ്രഹിച്ചു. അതിന്റെ കുഴപ്പം ഇന്നും ഉണ്ട്. സ്തോത്രം. ഒരല്ലെന്ന് പറഞ്ഞ് നമ്മൾ വലത്തോട്ട് ഓടിക്കും, അവരിടത്തോട്ട് ഓടിക്കും. അതാ അതിന്റെ പ്രശ്നം. ഒരല്ലെന്ന് പറഞ്ഞ് മനസ്സിലായവർക്കായി സ്തോത്രം. എനിക്ക് അത്രേ പറയാൻ പറ്റും. ആമേ. നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് മുണ്ടെടുക്കും, അവർ തിരിച്ചു കൊടുക്കും. അന്ന് തുടങ്ങിയ പ്രശ്നമാണ്. അപ്പോ അവിടെ നോക്കരുത്. നോക്കിയാൽ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പ്രശ്നമൊക്കെ ഉണ്ട്. എന്താ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശുവിനെ കൊണ്ടുപോയി ഗബഥയിലെ വിചാരണയ്ക്ക് ശേഷം അന്നത്തെ റോമൻ ഗവർണർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ഞാൻ ഇവനിൽ ഒരു കുറ്റവും ഒരു ഹല്ലേലൂയ എന്ന് പറ. അപ്പൊ ആരെ നോക്കണം? എങ്ങനെയുള്ള യേശുവിനെ? ഒരു കുറ്റവുമില്ലാത്ത യേശുവിനെ. ഇവൻ എത്ര മഹാൻ, മഹാനായ യേശുവിനെ. പ്രൈസ് ദി ലോർഡ്. 3.5 വർഷം കൂടെ നടന്ന അരുമശിഷ്യൻ പറഞ്ഞു, കുറ്റമില്ലാത്ത രക്തത്തെ. അപ്പൊ ഏത് കുറ്റമില്ലാത്തവനെ നോക്കണം? ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. കർത്താവിന് നല്ലൊരു സ്തോത്രമെന്ന് കൈവീശി പറഞ്ഞേ. ഞാൻ അതുകൊണ്ട് ആ ഭാഗമൊന്ന് വിടുകയാ. ഇവരാരും നോക്കാതെ ഓടാൻ നിങ്ങൾ തീരുമാനമെടുത്താൽ 3 കാര്യം നിങ്ങൾ ചെയ്താലേ ഇവിടെ വിജയിക്കാൻ പറ്റൂ. 12:1-2 വാക്യങ്ങൾ വായിക്കണം. ആകയാൽ നാമും സാക്ഷിയുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്. ഇവിടെ ഓടണമെങ്കിൽ 2 കാര്യം പറയുന്നുണ്ട്. അത് വിടേണ്ടത്, ഒന്ന് നാം ചെയ്യേണ്ടത്. ഒന്ന് എങ്ങനെ ഓടണം? എങ്ങനെ ഓടണം? അഭിഷിക്തം വായിച്ചല്ലോ. സകല ഭാരവും വിട്ട് ഓടണം.
ഒരു ആമേൻ പറഞ്ഞേ. ഭാരമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ആരെങ്കിലും ഉണ്ടോ? ഭാരമില്ലാത്ത കുറച്ച് പേരുണ്ടോ? സ്വോത്രം. ആർക്കാ ഭാരമില്ലാത്ത? ഈ പന്തലിരിക്കുന്ന എല്ലാവർക്കും എന്തുണ്ട്? എന്നോടൊരാൾ ചോദിച്ചു, പാസ്റ്റർക്ക് ഒരു കുഴപ്പമില്ലല്ലേ? ഞാൻ പറഞ്ഞു, എൻ്റെ മുറ്റത്ത് വരെ ലോൺ പിടിപ്പിച്ചേക്കുക. എൻ്റെ മുറ്റത്ത് വരെ ഞാൻ ലോൺ പിടിപ്പിച്ചേക്കുക. ആർക്കാ ഭാരമില്ലാത്ത? 2 കുഞ്ഞുങ്ങളുണ്ട്. അമ്മയുടെ പഠിത്തം, അമ്മയുടെ ജോലി, അമ്മയുടെ കാര്യങ്ങൾ, ഭാര്യയുടെ വിഷയം. സ്വതന്ത്രം. ആർക്കാ ഭാരമില്ലാത്ത? പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ കളത്തിൽ ഓടുമ്പോ ഭാരം കൊണ്ട് ഓടാൻ പ്രമാണമില്ല. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. എന്ത് ഭാരമാണേലും ദാ ഇവിടെ ഇട്ടിട്ട് ഓടിയേക്കണം. അവൻ ഹൃദയത്തിനകത്തുള്ള എല്ലാ ഭാരങ്ങളെയും ഇന്ന് പകൽ യേശുവിന്റെ മേലിട്ട് ഓടാൻ തയ്യാറാക്കുക. അതുകൊണ്ട് തിരുവചനം പറയുന്നു, നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുക. അവൻ നിങ്ങൾക്ക് കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ട് നിങ്ങളുടെ മാനസികമായ എല്ലാ ഭാരങ്ങളും ഇട്ടിട്ടോടുവാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. 2 നമ്മൾ ഓടണതിന് മുമ്പ് എന്ത് വിടണം? മുറുകെ പറ്റുന്ന പാപം. മുറുകെ പറ്റുന്ന എല്ലാവരും വിട്ടത് ലൂസായതാ. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെല്ലാം വിട്ട പാപം എങ്ങനെയുള്ളതാ? ആർക്കും കുടയാൻ പറ്റാത്ത, ആർക്കും കുടഞ്ഞു കളയാൻ പറ്റുന്ന, ആർക്കും ഉപേക്ഷിക്കാൻ പറ്റുന്ന പാവമൊക്കെ നമ്മൾ കളഞ്ഞത്. ഇതൊന്നുമല്ല, വലിച്ചു മുറുക്കി കെട്ടി സീല് വെച്ചിരിക്കുന്നത് പോലെ അകത്ത് ചിലത് കിടപ്പുണ്ട്. അത് വിട്ടെങ്കിലേ ഓട്ടം ശരിയാകും. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയാം, ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് കൊടുക്കേണ്ടത് പെന്തക്കോസ്തുകാർക്കാ. ഞാനും ആ പൊതിക്കുട്ടിലാണെന്ന് വെച്ചോ, നമുക്കാ കിട്ടണ്ട. നമ്മൾ ഈ ദൈവസന്നിധി വന്ന് പ്രാർത്ഥിക്കാം, കണ്ണടക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ കാണിച്ചു കൂട്ടുന്ന വൈബ്രേഷനും ആ മുഖത്തിന്റെ ഭാവം, ഏതെല്ലാം രസമാ മുഖത്ത് വിടിയുന്നത്. ഒരു കഥകളിക്കാരന് പോലും ഇത്രയും മാർമികമായ രസങ്ങൾ മുഖത്ത് വിടർത്താൻ കഴിയില്ല. ആ ദൈവദാസൻ ഓരോ പാട്ട് പാടുന്നത് അനുസരിച്ചല്ലേ നമ്മുടെ മുഖത്ത് എക്സ്പ്രഷൻ മാറുന്നത്, അല്ലേ? ഇത് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ മുഖഭാവം മാറിയില്ലേ? ഒരു ഹല്ലേലൂയ. എന്തിന്? ഇതിനകത്തുനിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഒരു ഫോൺ കോൾ വരുമ്പോ തന്നെ നമ്മുടെ ബന്ധങ്ങളിൽ ഒരു മുറുക്കമില്ലേ? സ്വതന്ത്രം. ഞാൻ എന്നും നിൽക്കുന്ന പോലെ അല്ല ഇന്ന് നിൽക്കുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതുകൊണ്ട് ചിലരോട് പരിശുദ്ധാത്മ പറയാണ്, നിന്റെ ഓട്ടം ശരിയാകണമെങ്കിൽ മുറുകെ പറ്റുന്ന ചിലത് ഇന്ന് പകൽ അഴിച്ചു മാറ്റിയേ പറ്റൂ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് അഭിനയിച്ച് കാണിക്കാനല്ല, കൈപൊക്കി ആമ വീശി കാണിക്കാനല്ല, അല്ലെങ്കിൽ 2 ഹല്ലേലൂയ പറഞ്ഞ് തീർക്കാനുള്ളതുമല്ല. ഇന്ന് പ്രഭാതത്തിൽ ആത്മാവ് പറയുന്നു, ചിലരുടെ ഓട്ടം ശരിയാകണമെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, മുറുകെ പറ്റുന്ന ചിലത്. ആമേൻ, ആമേൻ. ഈ എന്റെ സബ്ജക്റ്റ് അല്ലെങ്കിലും ഞാനൊന്ന് കേറിയിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ. ഈ പൗലോസ്, ആമേൻ, കൊലോസ്യ സഭയോട് ആദ്യം 9 കൂട്ടം കാര്യം വീടണമെന്ന് പറയുന്നുണ്ട്. ബാക്കി ഒരു 5 കൂട്ടം കാര്യം ഏറ്റെടുക്കണമെന്ന് പറയുന്നുണ്ട്. ആമേൻ. അതാണ് ഈ സ്തോത്രം മുറുകെ പറ്റുന്നത്. എന്ത്? ആമേൻ. പൗലോസ് പറയുന്ന ആദ്യം വിടേണ്ട ചിലതുണ്ട്. ഏതാ? കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഇങ്ങനെ ഒരു 8-9 എണ്ണം മുറുകെ പറ്റുന്നത് നമ്മൾ വിട്ട് കളഞ്ഞിട്ട് ബാക്കി 3-4 എണ്ണം നമ്മൾ സ്വീകരിക്കണം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഒരു ആമേൻ എന്ന് പറ. അപ്പൊ ഈ ഓട്ടം ശരിയാകണമെങ്കിൽ എന്ത് വേണം? പറഞ്ഞെന്ന് വിടണോ?
ഇത് ലൈവ് പോകുന്നുണ്ടല്ലേ? പോട്ടങ്ങർ ജോഷി പാസ്റ്റർ എന്നോട് സുവിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നല്ല രീതി വന്നപ്പോൾ എനിക്ക് സ്നാനപ്പെടണമെന്നുണ്ട്. പക്ഷെ ഞാൻ കുറെ നാളായിട്ടൊരു പെൺകുട്ടിയെ സ്നേഹിക്കുക. എൻ്റെ കഴുത്തേ കിടന്ന സ്വർണമാല അവളുടെ കഴുത്തേൽ ഇട്ട് കൊടുത്ത് താലി മാത്രം ഇടിയിച്ചാൽ മതി. വീട്ടുകാർക്ക് ആർക്കും സമ്മതമല്ല. വേണ്ടെന്ന് പറഞ്ഞ വിളിച്ചണ്ട് വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് അപ്പം പറഞ്ഞു, അവിവേകമൊന്നും കാണിക്കരുത്, 4 ആളെ കെട്ടിച്ചു തരാം. അങ്ങനെ ഇവളെയും കെട്ടിക്കൊണ്ട് വീട്ടിൽ വരാനായിട്ട് ഇങ്ങനെ പദ്ധതിയൊക്കെ പ്ലാൻ ചെയ്ത് താലിക്ക് വേണ്ടി ഓടുമ്പോൾ രക്ഷിക്കപ്പെട്ടെ. ഒരല്ലല്ലോ അത്. അപ്പൊ ഞാന് സുവിശേഷം കേട്ടു. ഞായറാഴ്ച പ്രാർത്ഥനയും കഴിഞ്ഞ് ബൈബിളും പിടിച്ചു വരുമ്പോ അവളുടെ പേര് എൽസി എന്ന. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. എൽസി വഴിയരികെ നിൽക്കുക. എന്നോട് ചോദിച്ചു എവിടെ പോയിരുന്നു? ഞാൻ പറഞ്ഞു പെന്തക്കോസ്ത് പ്രാർത്ഥനക്ക് പോയിരുന്നു. ചുരിദാറിന്റെ ഒരു ടോപ്പൊക്കെ വലിച്ചു കയറ്റി ഒറ്റ പോക്ക. എല്ലാ ദിവസവും 1ാമത്തെ കുർബാനക്ക് ഞാൻ പള്ളിയിൽ പോകും. പ്രാർത്ഥിക്കാനല്ല, ഇവളെ കാണാനാ. അവളും വരും. ഞങ്ങളുടെ സംഗമം പള്ളിയുടെ വട്ടക്കല്ലേല. പിറ്റേ ദിവസം 1ാമത്തെ കുർബാനക്ക് എൽസി ഇല്ല. ഒരല്ലല്ലോ എന്ന് പറഞ്ഞ് പ്രശ്നമായി. 3ാം ദിവസവും ഇല്ല. ആകെപ്പാട് വിഷമായി. 4ാമത്തെ ദിവസം ധൈര്യത്തോടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, എന്താ എൽസി പള്ളി വരാത്ത? എൽസി പറഞ്ഞു, പെന്തക്കോസ്തിൽ പോകുകയാണെങ്കിൽ ഞാൻ കെട്ടി തൂങ്ങി ചാകും. പ്രശ്നമായില്ലേ? ഞാൻ കണ്ണടക്കുമ്പോ കാണുന്നത് ഈ പിശാച് ചാടുന്നതാ. ജോഷി പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റേ സത്യം ഇതാന്നറിയാം, പക്ഷെ എൽസി ആടിക്കൊണ്ടിരിക്കുക. അപ്പോ എനിക്ക് ഇതൊട്ട് വിടാനായിട്ട് പറ്റുന്നില്ല. കാരണം കുറെ നാളായിട്ടുള്ള ഒരു ബന്ധമാണ് ഞങ്ങള്. അതുകൊണ്ട് ഭാഷ നടക്കില്ല. എന്നിട്ടും ഭാഷയുടെ ചെല്ലുമ്പോ ഭാഷ എന്നോട് ഈ നരകത്തെ കുറിച്ച് പറയും. അപ്പൊ എൽസിയേക്കാൾ വലുതായിട്ട് നരകം തോന്നും. നരകത്തിന്റെ മെസ്സേജ് കേട്ട് പുറത്തു വരുമ്പോ നരകത്തേക്ക് വലുതായിട്ട് എൽസിയെ കാണും. ഇത് രണ്ടും കൂടി അങ്ങ് പ്രശ്നമാണ്. ഭാഷ പറഞ്ഞു സ്നാനപ്പെടണം, ഇവിടെ പറഞ്ഞ കെട്ടി തൂങ്ങി ചാകും. ഒരു രാത്രി ക്രൂസിന്റെ വെളിപ്പാട് എന്നെ ദൈവം കാണിച്ചു. ആമേൻ. യേശുവിന്റെ ക്രൂസിന്റെ ആ ചലിക്കുന്ന പിടക്കുന്ന രൂപം കണ്ടന്ന് രാത്രി ചാടി എഴുന്നേറ്റ് മുട്ട നിന്ന് പറഞ്ഞു, ഈ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും ഇനി എനിക്ക് വലുത് എന്റെ യേശുവാ. രാവിലെ ഓടി പാസ്റ്റോട് തീർന്നു. പാസ്റ്റേ, ഞാൻ യേശുവിന്റെ ക്രൂസ് മരണം കണ്ടു. നിന്റെ പരിപാടി എന്നാ? സ്നാനപ്പെടണം. പാസ്റ്റർ പ്രാർത്ഥിക്കണം കേട്ടോ, ആ പിശാച് കെട്ടി തൂങ്ങി ചാകരുത്. പാസ്റ്റർ പറഞ്ഞു, നീ ധൈര്യമായിട്ട് മുങ്ങ്, അവൾ ഈ ആയുസി തൂങ്ങിച്ചാകത്തില്ല. എന്റെ സ്നാനം രാത്രി 1 മണിക്കായിരുന്നു. അത് പണ്ടൊരിക്കൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രാത്രി 1 മണിക്കായിരുന്നു. പകൽ സ്നാനപ്പെടാൻ തയ്യാറായി സ്നാനത്തിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ എൻ്റെ 5 ചേട്ടന്മാരും കൂടി എന്നെ എടുത്തിട്ടടിച്ചു. സ്നാനപ്പെടാൻ വാട്ടർ ടാങ്കിൽ വെള്ളം നിറച്ച വെള്ളം സ്നാന ടാങ്ക് അടിച്ചു പൊളിച്ചു. സ്നാനത്തിന് വേണ്ടി മീറ്റിംഗ് ക്രമീകരിച്ച ജോഷി പാസ്റ്ററിന്റെ വീട്ടിൽ കത്തിയും കടാരയുമായി എന്റെ 5 ചേട്ടന്മാർ ഇടിച്ചു കയറി. അനിയനെ മുക്കിയാൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ അനിയനെ എനിക്ക് വേണ്ട. സ്നാനപ്പെടുത്താൻ വന്ന ടിയങ്കുരുള്ള പാസ്റ്റർ അവര് തിരിച്ചു കയറ്റി വിട്ടു. ആരും അറിയാതെ രാത്രി 1 മണിക്ക് 12 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി ഒരു ദൈവദാസനെ വിളിച്ചുണർത്തി സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ആ ദൈവദാസൻ ചോദിച്ചു, ഇപ്പൊ സ്നാനപ്പെടുത്തിയാൽ രാവിലെ പെടുത്തിയാ പോരെ, ഇവൻ എന്തെങ്കിലും ആപത്ത് വരുമോ? പാസ്റ്റർ പറഞ്ഞു, ഇപ്പൊ സ്നാനപ്പെടുത്തിയാ കിട്ടും, നേരം വെളുത്താ കിട്ടത്തില്ല. രാത്രി 1 മണിക്ക്, ഏപ്രിൽ മാസം, വരണ്ട കാലഘട്ടം, തോട്ടിലും പാടത്തും വെള്ളമില്ല, ഏകദേശം മുട്ടിൽ താഴെ വെള്ളം.
അവിടെ കൊണ്ടുപോയി പാസ്റ്ററിനെ ഇരുത്തിയിട്ട് മുക്കിയിട്ട് എഴുന്നേറ്റ് ടോർച്ചടിച്ചപ്പോൾ ഇവിടെ മുങ്ങിയിട്ടില്ല, പിന്നെ കമത്തി മുക്കി. പാസ്റ്റർ പറഞ്ഞു, മുഴുവൻ മുങ്ങിയില്ലെങ്കിൽ നീ ആപത്താ, നിന്നെ കണ്ടാലേ അറിയാം നീ പ്രശ്നമാ. അതുകൊണ്ട് ഇങ്ങനെ മുങ്ങിയപ്പോൾ ഇവിടെ മുങ്ങിയില്ല. അതുകൊണ്ട് പാസ്റ്റർ കമത്തി മുക്കി. വായിലും മൂക്കിലും ചെളിയേറിയെങ്കിലും സ്നാനം മുഴുകലായിരുന്നു. ആമേൻ. ധ്യാനപ്പെട്ട് രാത്രി 2 മണിയായി വന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, എലിസി ആ പിശാച് ഇന്നും ചത്തിട്ടില്ല. ഞാൻ ഓർത്ത് പിറ്റേ ദിവസം തന്നെ ജാതു വന്ന എന്താ ഈ ദൂത് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ആരെങ്കിലും ഞാൻ മുങ്ങിയാൽ, ഞാൻ സ്നാനപ്പെട്ടാൽ കോളിളക്കം ഉണ്ടാകുമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങും സഹോദര, ധൈര്യമായിട്ട് ഇറങ്ങും സഹോദരി. ഒരു കോളിളക്കം ഉണ്ടാവത്തില്ല. പിശാചിന്റെ അട്ടഹാസം കണ്ടോ, പിശാചിന്റെ അലമുറ കണ്ടോ നീ മാറി നിൽക്കരുത്. മുന്നോട്ട് നീ സ്റ്റെപ്പ് വെക്ക്, മുന്നോട്ട് നീ ചാടി ഇറങ്ങ. നിനക്ക് വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുന്നു. ഭയപ്പെടുന്ന ഭീഷണിപ്പെടുത്തുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഈ പകൽ താളടിയാകട്ടെ. ദൈവജന വിശ്വാസത്തോടെ തീരുമാനങ്ങൾ എടുക്കട്ടെ. സ്നാനത്തിന് വേണ്ടി ആളുകൾ റെഡിയാവട്ടെ. സ്നാനം യേശുവിനോട് ചേരുന്നതാണ്. എന്ത് വിടണം? മുറുകെ പറ്റുന്നത് വിടണം. വിടാൻ കഴിയാത്ത ചിലതുണ്ട്, അത് വിടണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തിരുവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇത് പറയുന്നത് എന്തിനാണെന്നറിയോ? ദൈവത്തിന് അങ്ങനെയും ചെയ്യാൻ കഴിയും. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ നല്ല തകർത്താരാധിക്കുക. പക്ഷെ ഇവൻ ആരാധിക്കുന്ന ആരാടെ നടുവിൽ ഇവന്റെ മുൻപിൽ എന്നെ ഒരു ബുക്ക് കാണിച്ചു. ഇവന്റെ കൺമുമ്പിൽ ഈ ആരാധനക്കിടയിൽ മൈക്ക് വെച്ച് ഞാൻ ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, മോനെ, കാര്യം ശരിയാ, നീ തീപ്പൊരിയായിട്ട് ആരാധിക്കുന്നേ, പൊടിപൂരിന് അന്യഭാഷ പറയുന്നേ, പക്ഷേ നിന്റെ മുമ്പിൽ ഞാനൊരു ബുക്ക് കാണുന്നുണ്ട്, എടുത്തിട്ട് വാന്ന് പറഞ്ഞു. ഉടനെ ആരാണ് നിർത്തിയിട്ട് ചോദിച്ചു, ഇപ്പൊ കൊണ്ടുവന്നെന്ന് ചോദിച്ചു. കൊണ്ടുവന്നിട്ട് മതിയെന്ന് പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. ദൈവമക്കളെ, ഒരു സ്റ്റേജിന് വേണ്ടി പ്രസംഗിക്കുന്നവരല്ല ഞങ്ങൾ. അതിന്റെ ഗതികേട് കൃപയാലില്ല. പക്ഷെ ഇന്ന് പകൽ ദൂത് പറയാം. നിന്റെ ആരാധന കണ്ടോ, നിന്റെ തുള്ളല് കണ്ടോ, നിന്റെ കയ്യടി കണ്ടോ, പ്രസാദിക്കുന്ന ഒരു ദൈവമാണ് ഇവിടെ വന്നിരിക്കുന്ന ദൈവമെന്ന് ചിന്തിക്കുന്നെങ്കിൽ തെറ്റുപറ്റി. ഇല്ല ഇല്ല, അങ്ങനെ നീ ആരാധിച്ച നിന്റെ ആരാധനയിൽ ഒരു ദൈവവും പ്രസാദിക്കില്ല. നിന്റെ ആരാധനയിൽ ഒരു ദൈവം ഇറങ്ങി വരില്ല. ഈ പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയട്ടെ, മുറുകെ പറ്റുന്ന ചിലത് നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് പറിച്ചു മാറ്റുക. എന്നെ ദൂതൊന്ന് മാറി, ഒന്ന് തിരിച്ചു വരാൻ കേട്ടോ. മായ, മായ, സകലതും മായ. മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വരുന്നു. അതുകൊണ്ട് യൗവനക്കാരോ, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ പറ, ഓർത്തുകൊള്ളുക. ഈ മനുഷ്യനുണ്ടല്ലോ മോനെ, രാത്രി താൻ സങ്കീർത്തനം എഴുതി, എന്റെ പ്രിയനോ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ആർക്കാ? ഈ ശലോമോന്. എന്താ കൊടുത്തേ? ആർക്കുമില്ലാത്ത പോലെ ജ്ഞാനം, ആർക്കുമില്ലാത്ത പോലെ സമ്പത്ത്, ആർക്കുമില്ലാത്ത പോലെ കഴിവ്, ആർക്കുമില്ലാത്ത പോലെ ദൈവകൃപ, പരിശുദ്ധാത്മാവ്. ഇവിടെ ചില യൗവനക്കാരെ നോക്കി പറയുന്നു, മറ്റാർക്കും കൊടുക്കാത്തത് ദൈവം നിനക്ക് തന്നെങ്കിൽ നിന്റെ അകത്ത് മുറുകെ പറ്റുന്ന ചിലത് വിട്ടുകളയാനുണ്ട്. അത് വിട്ടുകളയാൻ ആത്മാവിന്റെ മക ദൂത് പറയുക. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം പറയട്ടെ. ഈ ശലോമോനെ ഒടുവിലൊരു വാക്യം എഴുതി. എന്താണെന്നറിയോ? ആമേൻ. മനുഷ്യന്റെ ആത്മാവ്
ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വരുന്നു. എവിടേക്ക് പോകുന്നു എന്ന് ആർക്കറിയാം? എന്താണ്? ആർക്കറിയാം? ഒന്ന് അടിച്ചു നോക്ക്. ആർക്കറിയാം എന്ന വാക്ക് വേദപുസ്തകത്തിൽ അടിച്ചു നോക്കിയാൽ അതിനകത്ത് 1-2 ചോദ്യങ്ങൾ വരാം. ആ ചോദ്യത്തിൽ ഒരു ചോദ്യം, മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നു, തിരിച്ച് എവിടേക്ക് പോകുന്നു എന്ന് എന്നാ ശലോമോനെ ഇത്രയും അധംപതിച്ചത് പറയാം. മിസ്രയീം വിട്ടു പോരുമ്പോൾ ചെങ്കടൽ കടക്കുമ്പോൾ, ആ ചെങ്കടൽ കടന്ന് മരുഭൂമിയിലോട്ട് കാല് വെച്ചപ്പോൾ ദൈവം ജനത്തോട് പറഞ്ഞു, മോശെ ഈ ജനത്തോട് പറ, ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി മേലൽ കാണാൻ പോയേക്കരുത്. മനസ്സിലായല്ലേ? അല്പം ഗൗരവത്തോടെ പറയാം. വിട്ടു പോന്നതിനെ തിരിച്ചു നോക്കിയാൽ ആ മുറിയെ പറ്റുന്നത് നിന്റെ അകത്തുള്ളത് കൊണ്ട് പൗലോസ് പറയുകയാണ്, ആമേൻ, ഇതൊരു ദൃഷ്ടാന്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അവരിൽ മിക്ക പേരിലും ദൈവം എന്ത് ചെയ്തില്ല? അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഒരു ഹല്ലേലൂയ ഒന്ന് പറ. നമ്മുടെയൊക്കെ ധാരണ, ആമേൻ, ഇങ്ങനെയൊക്കെ നല്ല ആരാധന ആരാധിച്ചാൽ, നല്ല വർഷിപ്പ് ലീഡറായി നിന്നാൽ, നല്ലപോലെ കീബോർഡ് വായിച്ചാൽ, എല്ലാ രീതിയിലും നല്ല താളത്തിലും ഈണത്തിലും പിച്ചു പറ്റാതെ പാടി ജനത്തെ ഇളക്കിയാൽ, ജനം ഈ പാട്ടിനനുസരിച്ച് തുള്ളിയാൽ ഒക്കെ ദൈവം പ്രസാദിക്കുമെന്ന എന്റെ പൊന്നു ദൈവമക്കളെ, അങ്ങനെ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവം പറയുന്നൊരു വാക്യമുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അശുദ്ധന്റെ ആരാധന ദൈവത്തിന് വേണ്ട, അശുദ്ധന്റെ ഹല്ലേലൂയ എന്റെ ദൈവത്തിന് വേണ്ട. അശുദ്ധിയിൽ നിന്ന് ഉയരുന്ന ഒരു സ്തോത്ര ഗീതം പോലും എന്റെ ദൈവത്തിന് വേണ്ട. വാസപ്രാർത്ഥനയല്ലേ? ആമേൻ. ഭയപ്പെടുത്താനല്ല, ആത്മാവ് ഇടപെടുന്നുണ്ട്. ഒരിക്കലേ നെബൂഖദ്നേസർ രാജാവേ യെരുശലേം ദൈവാലയത്തിൽ വന്ന്, യെരുശലേം ദൈവാലയത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട അഭിഷേകം ചെയ്ത സ്വർണ്ണ പാത്രങ്ങൾ എടുത്ത് ബാബിലോൺ കൊണ്ടുപോയി. എവിടേക്ക്? ബാബിലോണിട്ട് കൊണ്ടുപോയി. 1000 മഹത്തുക്കൾക്ക്, VIP അല്ല, VVIPകൾക്ക്, മഹത്തുക്കൾക്ക് ഈ പുള്ളി വിരുന്ന് കഴിച്ചു. വിരുന്നിന് വിളമ്പാൻ മദ്യമെടുത്തത് ഏത് പാത്രത്തിലാണെന്നറിയോ? പറ. ഈ ആലയത്തിൽ നിന്നും കൊണ്ടുവന്ന സ്വർണ്ണ പാത്രത്തിൽ ബെൽശസ്സർ രാജാവ് മദ്യം വിളമ്പി. ഒരു ആമേൻ പറ. ഇത് സേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈ വെളിപ്പെട്ടു. ആ കൈ ഇങ്ങനെ എഴുതി, മേനെ മേനെ തെക്കൽ ഊഫസീൻ. ആ സെക്കൻഡിൽ നല്ല നിവരെ നിന്ന ബെൽശസ്സറിന്റെ ഈ ഇഴപ്പുണ്ടല്ലോ, ഇത് ഇങ്ങനെ ആടാൻ തുടങ്ങി. 10 പ്രാവശ്യം ഒന്നിങ്ങനെ ആട്ടി നോക്കാം, അപ്പൊ അറിയാം വിവരം. രാവിലെ എക്സസൈസിന് നിന്നിട്ട് ഇത് ഇങ്ങനെ ആട്ടി പിന്നെ തിരിച്ചും നാട്ടി 10 പ്രാവശ്യം കഴിയുമ്പോ തലകറങ്ങണ പോലെ വന്നു. ഈ പുള്ളിയുടെ ഇങ്ങനെ നാടുകയാ. വെജിറ്റേറിയൻ ഹോട്ടലിൽ ചെല്ലുമ്പോ ഒരു വയറൊക്കെ ചാടി ഒരു പുള്ളി അവിടെ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്, തല ഇങ്ങനെ ആടുന്ന പോലെ. പുള്ളിയുടെ ഇഴപ്പാടിപ്പോയി. ഒരു സ്വത്രം പറ. ഞാൻ ഒരിക്കൽ ദൈവത്തോട് ചോദിച്ചു, എന്താ പച്ച ഇഴപ്പാടിയത്? കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധീകരിച്ച പാത്രത്തിൽ ദൈവഹിതമല്ലാത്തത് വിളമ്പിയ നിന്റെയും ഗതി ഇതാ കുഞ്ഞെ. ദൂത മനസ്സിലാക്കിക്കോ, ദൈവം നിർത്തിയെടുത്ത് ദൈവമാ നിർത്തിയതെന്നോ ദൈവഹിതമല്ലാത്ത ഒരു പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ എന്റെ ദൈവം അതിന് മടിക്കയില്ല. Oh, praise the Lord. Praise the Lord.
ആമേൻ. ചില വാഗ്ദത്തങ്ങളുടെ ദൂത് കൈമാറി പ്രാർത്ഥിച്ചു പോവാനല്ല സൈന്യങ്ങളുടെ യഹോവ ഇന്ന് പകൽ എന്നെ വിട്ടത്. ആമേൻ. ഭവനത്തിൽ നിന്ന് 7:30 മണിക്ക് ഞാൻ വണ്ടി കയറി അവിടം ഇവിടം വരെ ഡ്രൈവ് ചെയ്തു. ഞാൻ ഇടയ്ക്ക് നിർത്തിയിട്ടില്ല. പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞു. ഒറ്റയ്ക്ക് ഞാൻ ഇവിടം വരെ വരുമ്പോൾ ദൈവം എന്നോട് ഇടപെട്ടൊരു ദൂതുണ്ട്. ദൈവം എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടത് കുറച്ച് അഭിനയിക്കുന്ന വിശ്വാസികളെയല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ആരാധിക്കുന്നവരെയാ വേണ്ടത്. കരമടിച്ചെന്ന് ദൈവത്തെ ആരാധിച്ച് അഭിനയം മാറട്ടെ, അഭിനയിക്കുന്നവർ മാറട്ടെ. അഭിനയമല്ല വേണ്ടത്, ജനത്തെ കുഴപ്പിക്കുന്നവരല്ല ഇന്ന് പകൽ വേണ്ടത്, ദൈവത്തിന് വേണ്ടി നീക്കുന്നവർ. Udajana halkaranda rikalada halkana udagaranda rekalada halkaranda regana udarati vida vashadalada halkana rikala rantalo യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജനത്തെ പാപത്തിന്റെ ചിന്തകളിലേക്ക് വലിച്ചിഴക്കുന്ന, ജനത്തെ പാപത്തിലെ വലിച്ചു കൊണ്ടുപോകുന്ന, മുറുകെ പറ്റുന്ന പാപങ്ങളിലെ അകത്തളത്തിലിട്ട് ജനത്തെ വശീകരിക്കുന്ന സകല ദുര്യാത്മാവിനെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുക. സ്തോത്രം, സ്തോത്രം. ഒരാമേനെന്ന് പറ മക്കളെ. നമ്മുടെ ദൈവത്തെ ലഘൂകരിക്കല്ലേ കേട്ടോ, കർത്താവിനെ ലഘൂകരിക്കല്ലേ. ആമേൻ, സ്തോത്രം, ആമേൻ. നമ്മളെന്താ എവിടെ വായിച്ചെന്നറിയോ? മുറിയെ പറ്റുന്ന ചിലത് ശലോമോന്റെ ഉള്ളിൽ വിട്ടിട്ടില്ല. കൃപ കിട്ടി, പണവും കിട്ടി. ഒരല്ലേ ഈ നമ്മളെല്ലാവരുമേ ഈ ദൈവം കൂടെ ഉണ്ടെന്നും ദൈവം അനുഗ്രഹിച്ചും എന്നുമൊക്കെ ഉള്ള മാനദണ്ഡം പറയുന്നത് എന്നാന്നറിയോ? പാസ്റ്റർക്ക് വണ്ടി കിട്ടി, പാസ്റ്റർക്ക് വീട് കിട്ടി, പാസ്റ്റർക്ക് യാത്രയുണ്ട്. ഇതൊക്കെ എന്നെ കുറിച്ചായി പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന വണ്ടിയല്ല ഞാൻ ഇപ്രാവശ്യം വന്ന. അയ്യോ, നിങ്ങൾ പറയുമ്പോൾ പാസ്റ്റ അങ്ങ് ഓടിച്ചിട്ട് അനുഗ്രഹിക്കുക. ഇതൊന്നും കണ്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നും നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ പറയുന്നത്, ഒരുപാട് അനുഗ്രഹം തരുമ്പോ, ഒരുപാട് സ്റ്റെപ്പുകൾ മാറുമ്പോൾ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മണ്ടത്തരം പറ്റി. ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ജനം അറിയണമെങ്കിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കണം. ഒരുവൻ എഴുന്നേൽക്കുമ്പോൾ ദൈവ സാന്നിധ്യം ചലിച്ചില്ലെങ്കിൽ, ഒരുവൻ പാടാൻ മൈക്കെടുക്കുമ്പോൾ ദൈവ സാന്നിധ്യം ചലിക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവന്റെ പക്ഷത്ത് ദൈവമുണ്ട്, അവന്റെ കൂടെ ദൈവമുണ്ട്. ഈ പ്രഭാതത്തിൽ ഇതിന്റെ നടുവിൽ ദൈവമുണ്ട്. ആമേൻ, സ്തോത്രം. കൊട്ടാരക്കര ദൈവസഭയെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ദൂത് ചെവി തുറന്ന് കേക്ക്. നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ ദൈവമുണ്ടെന്ന് നിങ്ങൾ കാണിക്കരുത്. നിങ്ങളുടെ ആളിന്റെ പെരുപ്പത്തിൽ ദൈവം ഉണ്ടെന്ന് കാണിക്കരുത്. പകരം ഒരു യഹൂദന്റെ വസ്ത്രാഗ്രം പിടിച്ച് 10 പേർ അവന്റെ വസ്ത്രത്തിന്റെ ആഗ്രം പിടിച്ചിട്ട് അവനോട് പറയുന്നു, നീ പോകുന്നിടത്ത് ഞാനും വരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, എന്തിനു വരുന്നു? മറുപടി, നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അഭിഷിക്തനെ, നമ്മുടെ ശുശ്രൂഷയുടെ വിജയം എന്നാന്നറിയോ? ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആരും ബൂസ്റ്റ് ചെയ്യാനല്ല, ആരും പൊക്കാനല്ല, ആത്മാവ് ദൂത പറയുന്നു, നിന്റെ കൂടെ ഇന്ന് പക ദൈവമുണ്ട്. നിന്റെ വീട്ടിനകത്ത് ഇന്ന് പക ദൈവമുണ്ട്. നിന്റെ കൂടാരത്തിനകത്ത് ഇന്ന് പക ദൈവമുണ്ട്. നീ ചലിക്കുന്നിടത്ത് ദൈവമുണ്ട്. നീ നിൽക്കുന്നിടത്ത് ദൈവം വസിക്കുന്നുണ്ട്. യെസ് 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 യെസ്, ദൈവം നിന്റെ കൂടെയുണ്ട്. വിശ്വസിക്ക. ഈ പകൽ ദൈവം അത് തെളിയിക്കാൻ പോകുക. ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവ സാന്നിധ്യം നിന്റെ കൂടെയുണ്ടെന്ന് ദൈവം തെളിയിക്കാൻ പോകുക. ദൈവം തെളിയിക്കാൻ പോകുക. ദൈവം തെളിയിക്കാൻ പോകുക. ഉടബന ഹൽക്കന ബലബലബവ ഹൽക്കന റിബന്ധനാജന റീബൽ ഘടകൾ ചലാദല. ആത്മാവിലൊന്ന് ആരാധിച്ച്, ആത്മാവിലൊന്ന് ആരാധിച്ച്, ആത്മാവിലൊന്ന് സ്തുതിച്ച്. ഓ
ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, ദൈവം ഇവിടെ വസിക്കുന്നുണ്ട്. ഇതിന്റെ നടുവിൽ ദൈവമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നിന്റെ ശുശ്രൂഷയിൽ ദൈവമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഉടമനകടകരാജലാനകസേ ശവനരകതലരകസേകേലേ ഹതുനരകസികലരനരോ ഉടജനരകസേകലരേ റിപിനികിലികലദേ. ഓ, ദൈവമുണ്ട്, ദൈവമുണ്ട്, ദൈവമുണ്ട്. ദേശം അറിയട്ടെ, കുടുംബങ്ങൾ അറിയട്ടെ, പട്ടണം അറിയട്ടെ, ദേശവാസികൾ അറിയട്ടെ, രാജ്യങ്ങൾ അറിയട്ടെ. ഓ, യേശു നിന്റെ കൂടെ ഉണ്ടെന്ന് ദേശം അറിയട്ടെ. ഉടകനാരകദലാജനാരകസേ അൽകനാദലാരകസന്ധി ഹത്തൂറബത്തി പ്രൗഢം ധനാര. ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇതിനകത്ത് ഇറങ്ങി പോകുമ്പോൾ നിന്നെ മുഖത്ത് നോക്കുമ്പോൾ ജനം നിന്നെ നോക്കി വിളിച്ചു പറയട്ടെ, സഹോദരി, നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു, നിന്റെ പക്ഷത്ത് ദൈവമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. Thank you, Jesus. Amen. Amen. ദൈവമുണ്ടെന്നറിയട്ടെ, ദൈവമുണ്ടെന്നറിയട്ടെ. മുറുകെ പറ്റുന്നത് ഇന്ന് കൊടഞ്ഞു കളയണം. ദൈവത്തെ കാണാൻ ഇഷ്ടമുണ്ടോ? ദൈവത്തെ അനുഭവിക്കാൻ ഇഷ്ടമുണ്ടോ? ഞാൻ നിശ്ചയമായിട്ട് പറയാം, അശുദ്ധനെ തൊടില്ല ദൈവം. ശ്രദ്ധിക്കണേ, വാക്കുകൾ മാറ്റിപ്പറയരുത്. ഞാൻ പറഞ്ഞത് അശുദ്ധനെ തൊടുകയില്ലെന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാത്തൊരു പാപിയുടെ കാര്യമല്ല. പാപമേറ്റു പറഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കേണ്ടതിന് പകരം അശുദ്ധിയിൽ ജീവിക്കുന്നവനെ ദൈവം തൊടുകയില്ല. ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കണ്ട കേട്ടോ, എനിക്ക് കൂടെ കൂടെ ഇഷ്ടപ്പെട്ടൊരു വാക്യമുണ്ട്. ദാനിയേലിനെ പിന്നെയും ദൈവം തൊട്ടു തൊട്ടു തൊട്ടു. ഒരു 3-4 പ്രാവശ്യം ദൈവം തൊട്ടു. ഒരഭിഷിക്തനെ മാറി മാറി തൊടുക. ദൂത് പറഞ്ഞു കേട്ടോ, ദാനിയേലിനെ ദൈവം തൊട്ടു. തൊട്ടപ്പോൾ അവൻ നിവർന്നു നിന്നു. പിന്നെയും ദൈവം തൊട്ടു, അവൻ പുറപ്പെട്ടു. പിന്നെയും ദൈവം തൊട്ടു, അവൻ പ്രവചിച്ചു. കൂടെ കൂടെ ദൈവം തൊട്ടവൻ സിംഹക്കുഴിയിലോട്ട് വീണപ്പോ സിംഹം തൊടാൻ ഭയപ്പെട്ടു. ദൂത് മനസ്സിലായോ? ദൈവം തൊടുന്ന നിന്നെ ഒരു സിംഹം തൊടാൻ ഭയപ്പെടും. അലറി വിളിക്കുന്ന സിംഹം നിന്നെ കണ്ട് ഭയപ്പെടണമെങ്കിൽ ദൈവം നിന്നെ തൊടട്ടെ. ദൈവം നിന്നെ തൊട്ടു എന്ന്, ദൈവം നിന്നെ സ്പർശിച്ചു എന്ന്, ദൈവം നിന്നെ തൊടുന്നു എന്ന് അവൻ മനസ്സിലായാൽ ഒരു ഗർജിക്കുന്ന സിംഹം പോലും നിന്നെ സ്പർശിക്കയില്ല. ഞാനൊരു ദൂത് ഈ സഭയോട് പറയാൻ പോകുക. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ജീവിക്കുന്ന, കർത്താവിന് വേണ്ടി കത്തുന്ന, വിശുദ്ധിക്ക് വേണ്ടി ദാഹമുള്ള ഒരു പറ്റം ഇതിനകത്ത് നിന്നേക്കാൻ പോകുക.
ഞാൻ ആദ്യമായിട്ട് എങ്ങനെയാണ് ദൂത പറയുന്നത്? പക്ഷെ ഇത് ദൂത കേട്ടോ. ആമേൻ. ആമേൻ. ദേശം ഉറ്റുനോക്കും, യേശു ഉറ്റുനോക്കും. അശുദ്ധിയുള്ളത് ഇതിനകത്തോട്ട് കയറി വരാൻ ഭയപ്പെടുന്നത് പോലെ ഒരു വിശുദ്ധ കൂട്ടത്തെ ഇതിന്റെ നടുവിൽ എന്റെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ഓ, എത്രപേർക്ക് ദാഹമുണ്ട്, ദാഹമുണ്ട്. ആ ദാഹമുള്ള ദൈവമക്കൾ ഇരു കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചു പറ, ഞാൻ അതിനു വേണ്ടി സമർപ്പിക്കുന്നു. കർത്താവേ, വിശുദ്ധിയോടെ അങ്ങയുടെ വരവ് വരെ, അങ്ങയുടെ കാക്കള ശബ്ദം കേൾക്കുന്നവരെ വിശുദ്ധിയോടെ ഓ ഒരു ദാഹമുള്ളവരായി മുറുകെ പറ്റുന്ന ചിലത് ഇന്ന് എറിഞ്ഞു കളഞ്ഞ്. ശലോമോനെ, അങ്ങയെ ഇത്രയും ദൈവം അനുഗ്രഹിച്ചിട്ടും ഇനി മേലാൽ കാണരുതെന്ന് പറഞ്ഞ മിസ്രയമിൽ പോയി അങ്ങ് സഖ്യത ഉണ്ടാക്കി, കുതിരകളെ വാങ്ങിച്ച് ചങ്ങാടം കെട്ടി ദൈവം വിലക്കിയെടുത്തിട്ട് പോയി അശുദ്ധിയിലേക്ക് ചുവടുവെച്ച ശലോമോനെ, നിന്റെ പേര് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഇല്ല. ദൂത് മനസ്സിലായോ? ചെറിയ കാര്യമൊന്നും അല്ല കേട്ടോ. യെരൂശലേം ദൈവാലയം പോലെ ഒരാലയം ഉലകത്തിൽ ഇന്ന് വരെ ഇരുന്നാട്ടെ, ഇന്ന് വരെ ആരും പണിതിട്ടില്ല. യെരൂശലേം ദൈവാലയം പോലെ പണിയാൻ ഇന്ന് വരെ ആർക്കും കഴിഞ്ഞിട്ടുമില്ല. യെരൂശലേം ദൈവാലയം ഇടിച്ചു പൊളിച്ച കാലഘട്ടത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സ്വർണത്തിനും വെള്ളിക്കും വിലയില്ലാഞ്ഞെന്ന്. പേപ്പറിന്റെ വില ഉണ്ടായിരുന്നുള്ളൂ. എന്തിന്? പറ ആന്റിമാരെ, സൗദമാരെ, യെരൂശലേം ദൈവാലയം AD 70 പൊളിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് 73, 74 കാലമൊക്കെ ആയപ്പോ തുർക്കികളൊക്കെ വന്ന് ഇടിച്ച് പൊളിച്ച് കല്ലുമേ ശേഷിപ്പിക്കാതെ ഇതിനകത്തുള്ള വെള്ളിയും സ്വർണ്ണമെല്ലാം എടുത്ത് പുറത്തിട്ടിട്ട് പേപ്പറിന്റെ വില പോലും അന്നില്ലായിരുന്നെന്ന്. സ്വർണത്തിനും വെള്ളിക്കും അത്രയും ഉണ്ടായിരുന്നു ആലയത്തിനകത്ത് നിന്ന് പുറത്തോട്ടെടുത്തത്. അതുപോലെ പണിത ഒരു പള്ളിയും ഉലകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എന്റെ സങ്കടം എന്നാണെന്നറിയോ? ഈ 33 വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ശലോമോനെ, നിന്റെ പേരില്ലല്ലോടോ. ഭയത്തോടെ യഹോവയെ സേവിക്കണം, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കണം. ഞാൻ എന്തെങ്കിലും ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് ദൈവം എനിക്ക് സ്ഥാനവും മാനവും തരുന്നതെന്ന് വിചാരിക്കുന്നെങ്കിൽ ലൂസിഫറിനെ ഒന്ന് ഓർത്താ മതി. അതെ, അതിനേക്കാൾ വലിയ ദൃഷ്ടാന്തം വേറെ ഒന്നുമില്ല. സിംഹാസനത്തിന്റെ മുമ്പിൽ ദാണ്ട് ഇങ്ങനെ ചിറക് വിരിച്ച് സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്ന ഒരു പുള്ളിയാ ലൂസിഫർ. കൂടുതലൊന്നും ചെയ്തില്ലല്ലോ. ഹൃദയത്തിൽ സാഹസം ചിന്തിച്ചതല്ലേ ഉള്ളൂ. വെട്ടി താഴേക്ക് ഇട്ടില്ലേ? സ്വന്തം വാഴ്ച അല്ലേ കാത്തുകൊള്ളാതെ പോയ ദൂതന്മാരെന്നല്ലേ യൂദായുടെ ലേഖനം. അതുകൊണ്ട് കിട്ടിയെടുത്ത് ഏൽപ്പിച്ചെടുത്ത് വിശുദ്ധിയോടെ നിന്നോ. ഞാനേ വീട്ടിൽ ചോറ് കഴിക്കുമ്പോ ഈ കറി കൂട്ടുമ്പോ വേപ്പല എടുത്ത് പുറത്ത് കളയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിന് സൗരഭ്യമല്ലെന്ന് കണ്ടാൽ ആ വേപ്പല കളയുന്ന പോലെ നിന്നെ കളയാൻ ദൈവത്തിന് എളുപ്പമാണ്. മനസ്സിലായില്ലല്ലേ? ആ മനസ്സിലാക്കി നല്ലതാ. നമ്മുടെയൊക്കെ മട്ടും പാപവും കണ്ടാൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഒന്ന് ഓർത്തു പോകും. എന്റെ പൊന്നെ, ഞാൻ 94 പൊതു ശുശ്രൂഷക്ക് ഇറങ്ങുന്നത്. 94 ഞാൻ പൊതു ശുശ്രൂഷ നിൽക്കുമ്പോൾ കേരളത്തിന് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ ഓടി നടന്ന് പ്രസംഗിക്കുക. അന്ന് ഇന്നുള്ള ഒരൊറ്റ പാസ്റ്റർമാരും എന്ന് വെച്ചാൽ ഈ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ ഒറ്റ എണ്ണം ഇല്ല. ഇവരെല്ലാം 2000-ന് ശേഷം പൊട്ടിപ്പുറപ്പെട്ടതാ. ആരെ വേണം എടുത്തു? പേര് വേണോ? എത്ര പേരുടെ പേര് വേണം?
ഇന്ന് സ്റ്റേജിൽ നിൽക്കുന്ന ദേവദാസൻ, അന്ന് നോബൽ പി തോമസ്, സുരേഷ് ബാബു, ആമേൻ, നിങ്ങളുടെ ദേവദാസൻ, ഇങ്ങനെ വിരൽ എണ്ണാവുന്നവരെ പൊതു ശുശ്രൂഷയിലുള്ളൂ. 2000-ന് ശേഷമാ കുറെ യൂത്ത് പിള്ളേരങ്ങ് പൊങ്ങി വന്നത്. സ്തോത്രം, സ്തോത്രം. ഇപ്പൊ ഓരോ ദിവസം ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ ഓരോ പുതിയ പുതിയ ദേവദാസന്മാരാ. അപ്പൊ എന്നോട് വൈഫ് ചോദിക്കും, ഈ പുള്ളി അറിയാമോ? എനിക്കറിയത്തില്ല. ഓരോ ഫേസ്ബുക്കിലേക്ക് നോക്കുമ്പോഴും വർഷിപ്പ് ലീഡേഴ്സ്, ഇവരൊക്കെ എവിടെയായിരുന്നു? ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ, പണ്ട് ഒരു സ്റ്റാർ വേർഡ്സ് അല്ലെങ്കിൽ ജോസും കൂട്ടരും, ഹോട്ട് ബീഡ്സ്, ഇങ്ങനെ ആമേൻ, നമ്മുടെ കെ അബ്രഹാമിന്റെ ടീം, ഇങ്ങനെ വിരൽ എണ്ണാവുന്ന പാട്ടുകാരും ടീമും മാത്രം ഉണ്ടായെടുത്ത് ഇന്ന് കേരളക്കരയിൽ എത്ര വർഷിപ്പ് ലീഡേഴ്സാ? ഒരു ഹല്ലേലൂയ പറ. എത്ര പ്രാസംഗികരാ. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരൊറ്റ ദൂത് പറയാം, നാം വിശ്വസ്തരെന്ന് കണ്ടാൽ, ദൈവം നമ്മെ മാറ്റിയാൽ, പകരം ഒരാളെ കിട്ടില്ലെന്ന് വിചാരിച്ചാൽ നമുക്ക് തെറ്റുപറ്റി. നമ്മളെയൊക്കെ ശ്രേഷ്ഠരായ 1000 പുറത്തു നിൽപ്പുണ്ട്. നമ്മളെയൊക്കെ കഴിവുള്ളവർ, നമ്മളെയൊക്കെ മിടുക്കന്മാർ, നമ്മളെയൊക്കെ ഗ്ലാമർ ഉള്ളവർ, നമ്മളെയൊക്കെ ശ്രേഷ്ഠതയുള്ള ഒരുപാട് പേര് നിൽക്കുമ്പോൾ എനിക്കും നിങ്ങൾക്ക് ലഭിച്ച ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുക. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈ കൊടുത്തു പറ, നമ്മൾ നോക്കി ഓടിയില്ലെങ്കിൽ നമ്മൾ തീർക്കും. അവൻ ഭയത്തോടെ പറ, നമ്മൾ നോക്കി ഓടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞു ഒന്ന് കൈ കൊടുത്ത് മുഖത്ത് നോക്കി പറ, മര്യാദക്ക് നമ്മൾ ഓടിയില്ലെങ്കിൽ നമ്മുടെ കാര്യം പറഞ്ഞോ. ഇവിടെ ഒരു സംശയം ആർക്കൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇരുന്ന് അവിടെ നിന്ന് എഗെയിൻസ്റ്റ് ആയിട്ട് ചിന്തിച്ചാൽ പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത് ഈ തലച്ചോറിനകത്ത് മെസ്സേജ് കിട്ടും. അപ്പോൾ ആരോ ചിന്തിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടെന്നേ പറഞ്ഞു തരാം. പഴയ നിയമത്തിലെ ഒരു ശൗലിനെ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് ദൈവം സെലക്ട് ചെയ്തു. വിശ്വസ്തനായിരിക്കും എന്ന് കരുതി. പക്ഷേ അവിശ്വസ്തനായി. ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗല് രാജാവ് പോയപ്പോ കഴുതയുടെ പുറകെ നടന്നവനെ രാജാവാക്കി. അവൻ പോയപ്പോ ആമേൻ, കിലിക്കിയ എന്ന് പറയുന്ന തർസോസിലെ കിലിക്കിയ, രക്തവ്യാപാരികൾ മാത്രം താമസിക്കുന്ന കോട്ടേഴ്സിന്റെ നടുക്ക് താമസിച്ച സമ്പന്നൻ, ബഹുസമ്പന്നനായ ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗലിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. പഴയ നിയമത്തിലെ ഒരു ശൗല് പോയപ്പോ പുതിയ നിയമത്തിൽ ഒരു ജ്ഞാനമുള്ള, യൂണിവേഴ്സിറ്റിയിൽ ബിരുദാനന്ദ ബിരുദമുള്ള ഒരു പൗലോസിനെ പുറത്തു കൊണ്ടുവന്നു. ഒരു ഹല്ലേലൂയ പറ. തീർന്നില്ല. 2, ആലയത്തിന്റെ പുതിയ നിയമത്തിലെ മൂപ്പനായിട്ട് ഒരു സ്ഥാനരോഹണം കൊടുത്ത് അനന്യാസെ നിന്നെ ദൈവം നിർത്തിയപ്പോ പരിശുദ്ധാത്മാവിനോട് ഭാര്യയും ഭർത്താവും ചേർന്ന് അവിശ്വസ്തത കാണിച്ചപ്പോ നീ വിചാരിച്ചോ പൗലോസ് എന്ന് പറയുന്ന ശൗലിനെ മുക്കാൻ എനിക്കൊരു അനന്യാസിനെ കിട്ടില്ലെന്ന്? അടുത്ത അനന്യാസിനെ പൊക്കി. സ്വതന്ത്രം പത്രോസേ, നീ കേഫ എന്ന് നിനക്ക് പേരുണ്ട്, പറഞ്ഞിവനെ ബൂസ്റ്റ് ചെയ്ത് ഗോതമ്പ് പാറ്റുന്ന പോലെ പാറ്റാൻ നോക്കി. നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞ് അല്പം കോളർ പൊക്കിയവൻ ഒരു പെണ്ണിന്റെ മുമ്പിൽ അവൻ പിന്മാറിയപ്പോ വഴിയറമ്പിന്ന് പോക്കി ഒരു ശീമോന ദൈവം. മനസ്സിലായില്ലല്ലേ? 12 പേരിൽ ആമേൻ അപ്പോസ്തലത്വത്തിനകത്ത് പേരുകെട്ട ശീമോനെ നീ കുരിശിന്റെ വഴിയിൽ കാണുമെന്ന് കരുതിയെടുത്ത് നീ വരാതിരുന്നപ്പോ നിനക്ക് തോന്നിയോടാ ശീമോനെ എനിക്ക് കിട്ടില്ലെന്ന്, ഞാൻ വേണമെങ്കിൽ കുറേനെന്ന് കൊണ്ടുവന്ന് ക്രൂശ് എടുപ്പിക്കും. മനസ്സിലായില്ല? ഞാനതിങ്ങനെ പറയാം, അല്പം കട്ടിയ എങ്കിലും അങ്ങ് സ്തോത്രം ചെയ്യണം. കൊട്ടാരക്കര നിൽക്കുന്ന നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ ആഫ്രിക്കന്ന് ഇവിടെ കൊണ്ടുവന്ന് ദൈവം വിശ്വസ്തരായി നിർത്തിയവരെ ദൈവം എഴുന്നേൽപ്പിക്കും. അതിന് ദൈവം മടിക്കത്തില്ല. വിശ്വസിക്കുന്നവരാ മെമ്പർ. ഹല്ലേലൂയ. എടാ യൂദായെ 66 പുസ്തകം തികക്കാൻ
66 പുസ്തകം എഴുതി അവസാനം തികക്കാൻ പരിശുദ്ധാത്മാവ് കാലങ്ങൾക്ക് പുറകിൽ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ യൂദായെ നിനക്കും ഒരു പുസ്തകം മാറ്റിയിട്ടത് പുതിയ നിയമ ലേഖനത്തിനകത്ത് ഒരു താള് നിനക്ക് വേണ്ടി മാറ്റിയിട്ടപ്പോൾ 30 വെള്ളിക്കാശിന് ഒറ്റിക്കെടുത്ത് പോയപ്പോ നീ വിചാരിച്ചോ യൂദാക്ക് പകരം യൂദയെ കിട്ടില്ലെന്നോ? എടാ, എന്നെ വിശ്വസിക്കാത്ത എന്റെ വീട്ടിൽ നിന്ന് ഒരുത്തനെ കൊണ്ടുവന്ന് ലേഖനം എഴുതിക്കാൻ എനിക്ക് കഴിവുണ്ട്. ഓ, ഒരു സ്വതന്ത്രം പറ. അന്നേ ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. റോമാലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, അറിയില്ലെങ്കിൽ ഒന്ന് ധ്യാനിക്കാൻ വേണ്ടി പറയുക. ഞെളിയരുതെന്നൊരു വാക്യമുണ്ട്. എന്ത് ചെയ്യരുത്? പച്ചമല. ഇവിടെ പറയാറുണ്ടോ അങ്ങനെ? കൊച്ചിയുടെ ഭാഷയാ. നീ കൂടുതൽ ഞെളിയണ്ട. കൊച്ചി ഭാഷയാ. എന്ന് വെച്ചാൽ നീ കൂടുതൽ അഹങ്കാരം കാണിക്കണ്ട. പൗലോസ് പറയാൻ കാര്യം എന്താണെന്നറിയോ? സ്വന്തം കൊമ്പിനെ ആദരിക്കാതെ അതിനെ വെട്ടിമാറ്റി കാട്ടൊലിവായിരുന്ന നിന്നെ നാട്ടൊലിവിനോട് ഒട്ടിച്ച് ചേർത്ത ആ ദൈവ സ്നേഹം നീ മറക്കരുത്. ഇത് പറഞ്ഞിട്ട് പറയുക, ഒരിക്കലും അർഹതയില്ലാത്തടത്ത് നിനക്ക് ഈ മഹാഭാഗ്യം കിട്ടി. ഞെളിയരുത്. ഞെളിയരുത് കേട്ടോ. നമുക്ക് എന്നാ പറയാനല്ലേ? ഓ, ഒരു സ്വതന്ത്രം പറ. നമ്മുടെയൊക്കെ ഇരിപ്പ് കണ്ടാ നമ്മൾ ഇവിടെ പണ്ടേ വരേണ്ടവരായിരുന്നു എന്ന് കരുതിയ കൃപയാൽ വന്നതാ. ഓ, ഒരു ഹല്ലേലൂയ. ആമേൻ. കുണ്ടന്നൂരിന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുണ്ടന്നൂര് വെച്ച് 2 പോലീസുകാര് എൻ്റെ വണ്ടി കയറി. എപ്പോഴും എൻ്റെ കൂടെ ആരെങ്കിലും പോലീസുകാരുണ്ടാവും. അങ്ങനെ 2 പോലീസുകാർ കുണ്ടന്നൂരിൽ നിന്ന് കയറി. അവർ കഞ്ഞിക്കുഴി വരെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കയറി 2 പോലീസുകാരും കൂടി വരുന്ന വഴിക്ക് അവരെന്നോട് ചോദ്യമൊക്കെ ചോദിക്കാൻ തുടങ്ങി. സാർ എവിടെ വർക്ക് ചെയ്യുന്നു? സാർ എവിടെ പോകുന്നു? നമ്മുടെ സെറ്റപ്പും നമ്മുടെ ഇരിപ്പൊക്കെ കണ്ടപ്പോൾ പുള്ളി അറിയാതെ വിളിച്ചു എന്നെ കയറി സാറ് എന്ന്. ഞാൻ പിന്നെ സാറല്ല, പാസ്റ്ററാണ്. അയ്യോ, പാസ്റ്ററാണോ? കണ്ടിട്ട് തോന്നിയില്ല. ഞാൻ ബനിയൻ ഇട്ടുണ്ടായിരുന്നേച്ച്. കണ്ടിട്ട് തോന്നിയില്ല. എവിടെ പോണു? ഞാൻ പറഞ്ഞ് കൊട്ടാരക്കര പോണു. എന്താ പരിപാടി? ഞാൻ പറഞ്ഞ പ്രസംഗത്തിന് പോകുക. അയ്യോ, ഭാഷ പ്രസംഗിക്കും? ഞാൻ പറഞ്ഞു ഞാൻ പ്രസംഗിക്കും. എത്ര നാളായി? ഞാൻ പറഞ്ഞു 30 വർഷമായി. എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഞാനിങ്ങനെ പോയ സ്ഥലമൊക്കെ പറഞ്ഞപ്പോൾ 2 പേരും കൂടി പറയുക, ഓ, ദൈവം മാനിച്ചല്ലേ. 2 ഹിന്ദുക്കളാ. സ്വതന്ത്രം പറഞ്ഞു. അവർക്ക് പിന്നെ പ്രസംഗത്തെക്കുറിച്ച് അറിയണം. ഭാഷ എവിടെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്? ഞാൻ എൻ്റെ പ്രസംഗം യൂട്യൂബിൽ കിടപ്പുണ്ട്, സാറുമാർ കേട്ടാട്ട്. സ്വതന്ത്രം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഏകദേശം അടുക്കാരായപ്പോ, ചേർത്തല കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഈ സെറ്റപ്പ് ഒന്നും കണ്ട് സാറ് അത്ഭുതപ്പെടിയൊന്നും വേണ്ട കേട്ടോ. ഞാൻ പക്ക മുക്കുവനാകട്ടോ, മീൻപിടുത്തക്കാരനാകട്ടോ, അക്ഷരം അറിയാത്തവനാകട്ടോ, വായിക്കാൻ അറിയാത്തവനാകട്ടോ, ഇംഗ്ലീഷ് അറിയാത്തവനാകട്ടോ, കൃപയാൽ 94-ൽ പുസ്തകം എടുത്തത് കൊണ്ട് ഈ ലെവലിൽ എത്തിയതാകട്ടോ. ഇത് എടുത്തില്ലായിരുന്നെങ്കിൽ, ഇത് ചുമന്നില്ലായിരുന്നെങ്കിൽ, ഇത് വഹിച്ചില്ലായിരുന്നെങ്കിൽ, ഇതെടുക്കാൻ ഭാഗ്യം ലഭിച്ചില്ലായിരുന്നെങ്കിൽ, അവർക്ക് ആവേശമായി. എന്റെ മുമ്പിൽ ഇരുന്ന ആ പോലീസുകാരൻ എന്നോട് പറഞ്ഞു, പക്ഷേ വിരോധമില്ലെങ്കിൽ ഞങ്ങൾക്കൊന്ന് കേൾക്കണം ആ സാക്ഷ്യം. ഞാൻ ആ സാക്ഷ്യം പറഞ്ഞു. പുറകിലിരുന്ന പോലീസുകാരൻ സീറ്റിൽ നിന്ന് മുന്നോട്ട് വന്ന് തല ഫ്രണ്ടിലോട്ടിട്ട് കേൾക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 പേരുടെയും കണ്ണ് നിറയാൻ തുടങ്ങി. എന്നോട് ചോദിച്ചു, ഇത് ഉള്ളത് തന്നെയാണോ? ഞാൻ പറഞ്ഞു, സാറേ, കണ്ണമാലി പോലീസ് സ്റ്റേഷൻ ഞങ്ങളുടെ പരിധിക്കകത്ത 94-ന് മുമ്പുള്ള ഹിസ്റ്ററി സാറെന്ന് ചെന്ന് ചോദിക്കണം. അവിടെ ഫേമസ് ആയ ഒരു എസ് ഉണ്ടായിരുന്നു, ബേബി ചാൾസ് എസ്. ആ എസ് എൻ്റെ ദേഹത്ത് കയറി ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഫോട്ടോ ആ കണ്ണമാലി സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു സാറേ. അത്രയും തല്ലിപ്പൊളിയായിരുന്നു. വീട്ടുകാർക്ക് വേണ്ടാത്തവൻ, നാട്ടുകാർക്ക് വേണ്ടാത്തവൻ, തല്ലി പറഞ്ഞു വിട്ടവൻ ഇന്ന് അനേകർക്ക് അനുഗ്രഹം മാറ്റി വെച്ചു. ഈ ദൈവം വലിയവനാകട്ടോ, ഈ ദൈവം ഉന്നതനാകട്ടോ. കഞ്ഞിക്കുഴി വണ്ടി എത്തിയപ്പോ എന്റെ കണ്ണു നിറയ. കഞ്ഞിക്കുഴി വണ്ടി എത്തിയപ്പോ ആ സാറുമാര് പറഞ്ഞു, പക്ഷേ ഒന്ന് സൈഡ് ഒതുക്കിക്ക്. ഞാൻ സൈഡ് ഒതുക്കി. ഞാൻ ഓർത്ത് ഇറങ്ങാനാ. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. ബാക്കിലിരുന്ന പുള്ളി എന്നോടൊരു ചോദ്യം ചോദിച്ചു, പാസ്റ്റർക്ക് ഹീലിംഗ് ഉണ്ടോ?
ഹീലിംഗ് ശുശ്രൂഷ ചെയ്യുമോ? ഞാൻ ചെന്ന സാറേ, എൻ്റെ കാല് ചൊറിഞ്ഞു പൊട്ടുന്നുണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചേ, സൗഖ്യം നടക്കട്ടെ. പ്രാർത്ഥിക്കാൻ തുടങ്ങി കേട്ടോ. നമുക്ക് എന്ത് യോഗ്യത ദൈവമക്കളെ, നമ്മൾ ഇവിടെ വരാൻ, ഇങ്ങനെ ഇരിക്കാൻ, നമ്മൾ ദൈവത്തെ ആരാധിപ്പാൻ. ഒന്ന് കരമുയർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. മാന്യതയില്ലാത്ത നമുക്ക് മാന്യത തന്ന ദൈവത്തെ, കരം തട്ടി വന്ന ദൈവത്തെ ആരാധിച്ച് കരുണാനിധിയേ കാൽവാരി അൻപേ നീ മാത്രമാ നീനിക്കാധാരം. നീ മാത്രമാ നീനിക്കാധാരം. കരുണാനിധിയേ കാൽവാരി അൻപേ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. താതനിഷ്ടം മണ്ണിൽ ഞാൻ ചെയ്വാൻ തന്നിൽ വസിപ്പാൻ ഉന്നതം ചേരാൻ താതാ നിന്നിഷ്ടം മണ്ണിൽ ഞാൻ ചെയ്വാൻ തന്നിൽ വസിപ്പാൻ ഉന്നതം ചേരാൻ നീ രാപ്പകൽ ധ്യാനം. നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. ഹൃദയത്തിൽ വന്നതുകൊണ്ട് രണ്ടുപേരും പാടിയതാണ് ആ കർത്താവിന്റെ സ്നേഹം. ഓ, എനിക്ക് ഒറ്റക്ക് മീറ്റിങ്ങിന് പോണതാ ഇഷ്ടം. മറ്റാരെയും കൂട്ടുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടല്ല. ചില സമയത്തൊക്കെ വണ്ടിയിടാത്തോട്ട് കയറി ദൈവം നടത്തുന്നതും ദൈവം മാനിക്കുന്നതും ഒക്കെ ഓർക്കുമ്പോ വാവിട്ടങ്ങ് കരയും. ഞാൻ പണ്ടൊരിക്കൽ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, 8 മക്കളുള്ളതിൽ ഞായറാഴ്ച ഒരാൾ പോയി പള്ളിയിൽ നിന്ന് തിരിച്ചു വന്ന് മുണ്ട് മാറി തന്നിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത പള്ളിയിൽ പോകാൻ. മാറി കൊടുക്കാൻ ആകെ 3 മുണ്ടേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഞങ്ങളെ മാനിച്ചതിൽ കണക്കില്ല. ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് കിട്ടിയ പദവി മറക്കല്ലേ. നല്ലൊരു സ്തോത്രം പറ. ഈ ദൈവത്തെ മറക്കരുത്. അടുത്തിരിക്കുന്ന 2 പേരോട് പറ, ഈ ദൈവത്തെ ഒരിക്കലും മറക്കരുത്. ഈ ദൈവത്തെ ഒരിക്കലും മറക്കരുത്. കൊണ്ടുവന്ന ദൈവത്തെ മറക്കരുത്. മാനിച്ച ദൈവത്തെ മറക്കരുത്. നമുക്ക് തിരിച്ചു വരാം അല്ലേ? സമയം ഇങ്ങനെ പോവുക. ദാസനോട് സമയം പറഞ്ഞിട്ടില്ല, എത്ര വേണേലും പോയിക്കൊള്ളാനാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒരുപാട് ഇരുത്തത്തില്ല അല്ലേ? നിങ്ങളുടെ സമയം കഴിഞ്ഞു അല്ലേ? ഒരു മണിക്കല്ലേ അല്ലേ? ഒരു 5-10 മിനിറ്റ് കൂടി ഞാൻ എടുത്തോട്ടെ, കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ബോറടിക്കാതെ നമുക്ക് നോക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പൊ 2 കാര്യം ചെയ്യുക. മുറുകെ പറ്റുന്ന പാപവും ഭാരവും വിടുക. വിട്ടിട്ട് തിരിച്ച് ഈ പ്രലോഭനം ഉണ്ടാകാതിരിക്കാൻ ഒരാളെ നോക്കി ഓടിയാ മതി. മനസ്സിലായെങ്കിൽ ഒരാമയും കൂടി പറ. ഇത് രണ്ടും വിട്ടിട്ട് വീണ്ടും ആ പ്രലോഭനം ഉണ്ടാവാതിരിക്കാൻ അവനെ നോക്കിയാ മതി.
ആരെ നോക്കണ്ട, അവനെ നോക്കിയാൽ മതി. ഓക്കെ, അത്ര മനസ്സിലായല്ലോ? ഒരാമൻ പറഞ്ഞേ. അങ്ങനെ നിങ്ങൾ ഓടി 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 നിങ്ങളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം എവിടെയാ? എവിടെയാ? അതാ നമ്മുടെ പ്രസംഗ വിഷയം. അങ്ങനെ നിങ്ങൾ ഓടി, നിങ്ങൾ വന്നിരിക്കുന്നത് പഴയ നിയമ വിശുദ്ധന്മാർ വന്ന ഇടമല്ല. സ്ഥൂലമായതും തീ കത്തുന്നതും വാക്കുകളുടെ ശബ്ദം. ഒന്ന് വായിച്ചാട്ടെ അഭിഷേകത്തിനെ. എവിടെയല്ല നിങ്ങൾ വന്നിരിക്കുന്നത്? സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം. 12ന്റെ 18 വാക്യം കുറിക്കുന്നവർക്കായി പറയുകയാണ്. നിങ്ങൾ വന്നിരിക്കുന്ന ഇടം ഇങ്ങനെയുള്ള ഇടമല്ല. അടുത്ത വാക്യം, എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇങ്ങനെ വന്നവർ പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞു, ഒരു വാക്കും ദൈവം ഞങ്ങളോട് പറയണ്ട, മോശേ നീ പറഞ്ഞാൽ മതി. അടുത്ത വാക്യം, ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുത് എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ. ആ ശബ്ദം കേട്ടവർ പറഞ്ഞു, ഞങ്ങളോട് ഇനി ഒരു ശബ്ദം പോലും പറയണ്ട. ആ ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലേണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിറക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം. ആ കാഴ്ച ഭയങ്കരമായിരുന്നു. ഇനിയാണ് സംഭവം മാറുന്നത്. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിലും അനേക ആയിരം ദൂതന്മാരുടെ സർവസംഘത്തിലും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാർക്ക് ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനും യേശുവിനും ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യരക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓടി വന്നിരിക്കുന്ന ഇടം യേശുവിന്റെ രക്തമുള്ളിടത്താ വന്നിരിക്കുന്നത്. ഇന്ന് പകൽ ലൈവിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് രാജ്യത്തിൽ നിന്ന് കേൾക്കുന്നു, അവിടത്തെ ദുർഭൂതങ്ങൾ ഇപ്പോൾ ഇളകി മാറാൻ പോകുക. ആത്മാവനോട് പറയുന്നു, നീ ഓടി വന്നിരിക്കുന്നത് പഴയ നിയമ പർവ്വതത്തിന്റെ അടുക്കലല്ല, ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യരക്തത്തിന്റെ അടുക്കലത്ര. ദൈവജനമേ, നിങ്ങൾ വന്നിരിക്കുന്നത് യേശുവിന്റെ രക്തത്തിന്റെ അടുക്കല. എത്ര പേർക്ക് ആ രക്തം വിശ്വാസത്താൽ കാണാൻ കഴിയോ? നിങ്ങൾ നിൽക്കുന്ന കാലിന്റെ ചുവട്ടിൽ ആ രക്തം കാണാൻ പറ്റുമോ? നിങ്ങൾ പാർക്കുന്നിടത്ത് ആ രക്തം കാണാൻ കഴിയുമോ? നിങ്ങൾ പോകുന്നിടത്ത് ആ രക്തം കാണാൻ കഴിയുമോ? നിന്റെ കുഞ്ഞിന്റെ മേൽ ആ രക്തം കാണാൻ കഴിയുമോ? നിന്റെ തലമുറയുടെ മേൽ ആ രക്തം കാണാൻ കഴിയുമോ? ജീസസ് ഇരുന്നാട്ടെ. ഇനി അങ്ങ് കളമങ്ങ് മാറാൻ പോകുക. ഇനിയുള്ള 5-8 മിനിറ്റ് നമ്മളൊന്ന് കർത്താവിൽ ആനന്ദിക്കാൻ പോകുക. ദൈവമക്കളെ, നമ്മൾ വന്നിരിക്കുന്നത് അടിച്ച കൂടാരത്തിനടുക്കലല്ല. എനിക്ക് ചുറ്റും വ്യാപരിക്കുന്ന, എനിക്ക് ചുറ്റും പ്രവർത്തിക്കുന്ന ജീവനുള്ള രക്തത്തിന്റെ അടുക്കല വന്നിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പ്രസംഗിച്ചെടുത്ത് ഭൂതങ്ങൾ അളകുന്നത്, ഇത് പ്രസംഗിച്ചെടുത്ത് പൈശാചിക മണ്ഡലങ്ങൾ അഴിയുന്നത്, ഇത് പ്രസംഗിച്ചെടുത്ത് ആ വിചാരങ്ങൾ പൊട്ടും. Jesus! രണ്ട് കാര്യങ്ങൾ ആത്മാവ് നിങ്ങളോട് പറയാൻ പറയുന്നു. ഒന്ന്, ജീവനുള്ള രക്തം.
സംസാരിക്കുന്ന രക്തം. എല്ലാരും പറ, ഈ രക്തത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന രക്തമാണ്. ഓ പോരാ 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 പോരാ, നിനക്കെതിരെ ആഭിചാരം ചെയ്യുന്ന ആഭിചാരക്കാരൻ മന്ത്രവാദം ചെയ്താൽ ആ മന്ത്രവാദ ശക്തിയെ നോക്കി ദൈവം വിളിച്ചു പറയോ, അടുത്തു പോകരുത്, തൊട്ടു പോകരുത്, അടുത്തു നിൽക്കരുത്, ഇതെന്റേതാണ്, എന്റെ രക്തം കവർ ചെയ്തതാണ്. ഒന്ന്, ഈ രക്തത്തിന്റെ പ്രത്യേകത ഇതെങ്ങനെയുള്ള രക്തമാണ്? ജീവനുള്ള സംസാരിക്കുന്ന രക്തം. രണ്ട്, പുണ്യഹ. ഈ മലയാള പദം പുണ്യഹ രക്തം എന്നുള്ളതിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ സ്പ്രിങ്കിൾ ബ്ലഡ് എന്ന, ഏതാ? തളിക്കുന്ന രക്തം. സ്തോത്രം. എനിക്ക് നിനക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം. ഒന്ന്, സംസാരിക്കുന്ന രക്തം. രണ്ട്, തളിക്കുന്ന രക്തം. ഓ, എങ്ങനെ രക്തമാ? തളിക്കുന്ന രക്തം, തളിക്കുന്ന രക്തം, തളിക്കുന്ന രക്തം. നിന്റെ കൂടാരത്തിൽ തളിക്കുന്ന രക്തം, നിന്റെ വീട്ടിൽ തളിക്കുന്ന രക്തം, നിന്റെ തലമുറയുടെ മേൽ തളിക്കുന്ന രക്തം, നിന്റെ വാഹനത്തിന്റെ മേൽ തളിക്കുന്ന രക്തം. ഓ ഓ ഓ ഓ ഈ രക്തം തളിക്കുകയോ. ജീസസ്. ദേവദാസനെ, ഒരു വാക്യം ഒന്ന് വായിക്കണം, അത് വായിച്ചാലേ പൂർണ്ണമാകൂ. ബൈബിൾ ഒന്ന് വേഗം എടുത്തേ. 1 പത്രോസിന്റെ ലേഖനം 1-2 വാക്യങ്ങൾ പ്ലീസ് ഒന്ന് വായിച്ചെന്നെ സഹായിക്കണേ. വളരെ പവർഫുള്ളായ ഒരു വേദവാക്യമാണ്. വായിച്ചോ. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുന്നവനുമായി. പത്രോസ് പറയുന്ന ഈ രക്തം എന്ത് ചെയ്യും? ഈ രക്തം തളിക്കും. ഒരു ആമേൻ പറയാൻ പറ്റുമോ? ഞങ്ങളെ ദൈവം പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കി. വിശ്വസിക്കുന്നുണ്ടോ? അത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, ഈ പുൽപ്പിറ്റിൽ നിന്ന് പത്രോസിന്റെ ഈ വാക്ക് വിശ്വസിക്കുന്നെങ്കിൽ, ആ വ്യാപരിക്കുന്ന രക്തം ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ നിങ്ങളുടെ മേൽ തളിക്കുക. നിങ്ങളുടെ കുടുംബത്തിന് മേൽ തളിക്കുക, നിങ്ങളുടെ തലമുറയുടെ മേൽ തളിക്കുക, ഈ സഭയുടെ മേൽ തളിക്കുക, ഈ ദൈവദാസന്മാരുടെ മേൽ തളിക്കുക. ഒരു കേടും വരാതെ, ഒരു കേടും വരാതെ, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കാതെ, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ കയറാതെ ഈ രക്തം തളിക്കുക. പ്രത്യേകത അറിയണോ? പ്രത്യേകത പഴയ നിയമത്തിൽ കടന്നുപോക്ക് പെസഹ കുഞ്ഞാടിനെ അറുത്തിട്ട് ഈ സോപ്പ് തണ്ട് മുറിച്ചു. നമ്മുടെ ചീരയില്ലേ, ചീരച്ചെടി പോലത്തൊരു ചെടിയാ ഈ സോപ്പ് തണ്ട്. അതൊരു പിടിയെടുത്ത് അതിന്റെ തല മുറിച്ചു മാറ്റി കെട്ടി ചൂല് പോലെയാക്കി പശുവിന്റെ രക്തമെടുത്ത് ഈ സോപ്പ് തണ്ട് മുക്കിയിട്ട് കറ്റപ്പടിമേലും കുറുമ്പടിമേലും 4 വശത്തും പുരട്ടും. രക്തം ഇങ്ങനെ സ്ക്വയർ പോലെ അടയാളമാകും. കേൾക്കണോ? വീട്ടിനകത്തൊന്ന് പുറത്തിറങ്ങിയാൽ സംഹാരകൻ അടിക്കും. രക്തം വരച്ച വീട്ടിനകത്തെ സുരക്ഷിതത്വമുള്ളൂ. പക്ഷെ നമ്മുടെ പ്രത്യേകത, വീട്ടിലല്ല തളിക്കുന്നത്, എന്റെ മേലാ തളിക്കുന്നത്. നീ പോകുന്നിടത്ത് വിടുതല, നീ ചെല്ലുന്നിടത്ത് വിടുതല, നീ നിൽക്കുന്നിടത്ത് വിടുതല. അവ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനും ആബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തം. എനിക്ക്
കുറച്ച് കാര്യം കൂടി പറയണമെന്നുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്നെ ഇത് ഓർപ്പിക്കണേ. ഓക്കെ, ഞാൻ ഇത് ഫുള്ള് പ്രസംഗിക്കും. എനിക്ക് പ്രസംഗിച്ചേ പറ്റും. കാരണം അത് പഠിക്കണം. പഠിച്ച വിടുതല. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഹാബേലിന്റെ രക്തം കുറച്ച് ഗുണം സംസാരിച്ചു. കുറച്ച്. ഹാബേലിന്റെ രക്തം എന്താ സംസാരിച്ചതെന്ന് പുസ്തകത്തിലില്ല. സംസാരിച്ചെന്നേ ഉള്ളൂ. എന്താ പറഞ്ഞേ? ഒരുപക്ഷേ ദൈവമേ കൈനെ വെറുതെ വിടണേ, ഒന്നേ ഉള്ളൂ, ആദാമിനും ഹവ്വയ്ക്കും വേറെ ആരും ഇല്ല എന്നായിരിക്കാം. എന്തുവാകട്ടെ, പക്ഷെ പൗലോസ് പറയുക, ആ രക്തത്തേക്കാൾ ഗുണം സംസാരിക്കുന്ന യേശുവിന്റെ രക്തം. ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ ഒരു കാര്യം വിശ്വസിച്ചുകൊണ്ട് പോകുക, ആ രക്തത്താൽ തളിക്കപ്പെട്ടവരാ നിങ്ങൾ. ആമേൻ. ഒരിക്കല് നാഗൽ സായിപ്പ് എന്ന് പറയുന്ന ആ മനുഷ്യൻ, സമയമാം രഥത്തിൽ എന്ന പാട്ട് പാടിയ ആ മനുഷ്യൻ, ഞാൻ അവസാനിപ്പിക്കുക, ഗുരുവായൂർ വന്നിറങ്ങി. ആദ്യ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. അടുത്ത 7 ദിവസങ്ങൾക്ക് മുമ്പ്, 7 ദിവസം കഴിയുമ്പോൾ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട, കോടതി വിധിച്ച ഒരു ചെറുപ്പക്കാരനെ നാഗർ സാഹിബിനോട് പറഞ്ഞു, ഈ ചെറുപ്പക്കാരനെ കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുക. 2 ദിവസത്തെ പരോളിൽ പോലീസ് അകമ്പടിയോടെ അവനെ വീട്ടിൽ പാരൻസിനെ കാണാൻ വിട്ടിരിക്കുക. നാഗർ സാഹിബ് പതുക്കെ ചെന്നു. അവനോട് യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. യേശു നിനക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ വാവിട്ട് കരയാൻ തുടങ്ങി. അവനോട് പറഞ്ഞു, നീ ചെയ്ത സകല പാപവും യേശു ക്ഷമിക്കും. ആ നടുറോട്ടിൽ മുട്ടുമടക്കി ആ കൊലയാളി യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. 2 ദിവസം കഴിഞ്ഞ് ജയിലിലോട്ട് മടങ്ങിയ ആ കുറ്റവാളിയെ കാണാൻ നാഗർ സാഹിബ് എല്ലാ ദിവസവും ചെല്ലും. എന്നിട്ട് രക്തത്തിന്റെ ശക്തിയെ കുറിച്ച് പറയും. ഒടുവിലത്തെ ദിവസം നാഗർ സാഹിബ് ആ മനുഷ്യനെ കണ്ടു. അന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് തൂക്കിക്കൊല്ലുകയാ. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഉപദേശിയുടെ 2 കൈ പിടിച്ചിട്ട് വീണ്ടും ചോദിച്ചു, പാസ്റ്റർ പറഞ്ഞത് ശരിയാണല്ലോ, എന്റെ പാവം യേശു ക്ഷമിച്ചല്ല അല്ലേ? എന്റെ പാവം രക്തം കൊണ്ട് കഴുകിയില്ലേ? മനസ്സ് തകർന്ന നാഗൽ സാഹിബ് ആ കൈ പിടിച്ചുകൊണ്ടൊരു പാട്ട് പാടി. അറിയാമോ പാട്ട്? പാപക്കടം തീർക്കുവാൻ യേശുവിന്റെ രക്തം മാത്രം, പാപബന്ധമഴിപ്പാൻ യേശുവിന്റെ രക്തം മാത്രം. ആ യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടെ, ആ യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടെ, രക്ഷിക്കുന്നു പാപിയെ നിൻ തിരുരക്തം മാത്രം, രക്ഷിക്കുന്നു പാപിയെ നിൻ തിരുരക്തം മാത്രം, പാപക്കടം തീർക്കുവാൻ യേശുവിന്റെ രക്തം മാത്രം. ഈ പാട്ട് നാഗർ സാഹിബ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കയ്യിൽ നിന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ പതുക്കെ കൈ വലിച്ച് ആരാച്ചാരുടെ ആ തൂക്ക കയറിലോട്ട് പോകുമ്പോൾ നാഗർ സാഹിബ് കണ്ണുനീരോടെ പാടിയ പാട്ടായത്. പിൽക്കാലത്ത് ശക്തമായ വിടുതലിന്റെ പാട്ടായി ആ പാട്ട് മാറി. ദൈവമക്കളെ, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന നമ്മുടെ രക്തമുണ്ട്. ആ രക്തം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി സംസാരിക്കുക. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ കിടക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.